Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Wa sallallahu wa sallama wa baraka ala nabiyyina Muhammadin wa ala alihi wa sahbihi ajma'in, amma ba'd. Munaqashatuna fi hadha as-saf an kitab madkhal fi an-naqd al-adabi. هذا كتاب مقرر للمرحلة السادسة للبكالوريوس اللغة العربية تحت جامعة كاليكوت. An introduction to literary criticism. ولهذا الكتاب هناك 4 وحدات. في الوحدة الأولى مناقشة عن اللغة العربية والأدب والنقد عامة، وفي الوحدة الثانية مناقشة ملخصة عن الأدب العربي والنقد، وكذلك عناصر الأدب والمدارس الأدبية. وفي الوحدة الثالثة هناك مناقشة عن تطور النقد الأدبي عند العرب. وفي الوحدة الرابعة هناك مناقشة عن الحركات الأدبية الحديثة في النقد. وفي الأخير هناك ملحق عن مسرد الكلمات الأدبية، glossary. وأما مناقشتنا اليوم عن الوحدة الأولى عن اللغة العربية والأدب والنقد. ബി അറബിക് 6ാം സെമസ്റ്ററിൻ്റെ ആൻ ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി ക്രിറ്റിസിസം എന്ന ഈ ചെറിയ പുസ്തകത്തിന് 4 യൂണിറ്റുകളാണുള്ളത്. ആ 4 യൂണിറ്റുകളെയും സംബന്ധിച്ചിട്ടുള്ള സംക്ഷിപ്തമായ വോയിസ് ക്ലിപ്പുകളാണ് തുടർന്ന് ഈ വോയിസിലും അതിനെ തുടർന്നുള്ള വോയിസുകളിലും നൽകപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. റെഗുലറായി 1ാമത്തെ യൂണിറ്റും 2ാമത്തെ യൂണിറ്റും നമ്മുടെ റെഗുലർ കോണ്ടാക്ട് ക്ലാസ് എടുത്തതാണ്. പക്ഷേ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ പരീക്ഷ ഇത്രയും ദീർഘമായി പോയതുകൊണ്ട് ഒന്നുകൂടെ അതിൻ്റെ വോയിസ് റെക്കോർഡിംഗ് നിർവഹിക്കുകയാണ് 1ാമത്തെയും 2ാമത്തെയും യൂണിറ്റിൻ്റെ. 3ാമത്തെ യൂണിറ്റിൻ്റെ ഓൾറെഡി അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, പകുതി ഭാഗങ്ങൾ നമ്മൾ വോയിസ് ക്ലിപ്പുകൾ നേരത്തെ തയ്യാറാക്കിയിരുന്നു. അത് നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ഇന്ന് നമ്മൾ 1ാമത്തെ യൂണിറ്റാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അൽ വഹദത്തുൽ ഊല അൽ ലുഗൽ അറബിയ. 1ാമത്തെ യൂണിറ്റ് അറബി ഭാഷയെ സംബന്ധിച്ചുള്ള ഒരു പൊതുവിലയിരുത്തലാണ്. ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത് ഒമാഹിയൽ ലുഗ, എന്താണ് ഭാഷ എന്നുള്ള ഭാഷ എന്ന സംജ്ഞയുടെ പൊതുവായ നിർദ്ധാരണമാണ് ഇവിടെ നിർവഹിക്കുന്നത്. അൽ-ലുഗത്ത് ഹിയ അദാത്ത് ഇത്തിസാലി വ തഅബീർ. ഭാഷ എന്ന് പറയുന്നത് ഒരു വിനിമയ ഉപാധിയാണ്. അതുപോലെ വളരെ സങ്കീർണമായ വിഷയങ്ങളെ പോലും മനുഷ്യന് ലളിതസുന്ദരമായി മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു തഅബീറാണ്, ഒരു എക്സ്പ്രഷൻ കൂടെയാണ്. എക്സ്പ്രഷൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും. അല്ലുഗ ഹിയ അദാത്ത് ഇത്തിസാലിൻ വ തഅബീർ. ഇത്തിസാലിൻ്റെയും തഅബീറിൻ്റെയും അദാത്താണ് ഭാഷ. ഭാഷയുടെ ഏറ്റവും വലിയ മൗലികമായ 2 ഫങ്ഷനുകളാണ്, അതിൻ്റെ ഭാഷ കൊണ്ടുള്ള പ്രധാനപ്പെട്ട 2 ഉപയോഗങ്ങളാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും പ്രധാനമാണ് ഒന്ന്, അത് കമ്മ്യൂണിക്കേഷൻ്റെ ഉപാധിയാണ്, അതായത് വിനിമയത്തിൻ്റെ ഉപാധിയാണ്. സ്വാഭാവികമായ മനുഷ്യൻ്റെ ആശയങ്ങളുടെ വിനിമയത്തെയാണ് ഉദ്ദേശിക്കുന്നത്. തഅബീർ കൂടെയാണ്, തഅബീറിൻ്റെയും ഉപാധിയാണ്, അതിൻ്റെ ടൂളാണ് ഈ അദാത്തുൻ. ഇറ്റ്സ് എ ടൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആസ് വെൽ ആസ് എക്സ്പ്രഷൻ. ഇത്തിസാൽ എന്ന് പറയുന്നത് സ്വാഭാവികമായ മനുഷ്യൻ്റെ നൈസർഗിക വിനിമയ ഉപാധിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, തഅബീർ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിൻ്റെ അഗാധത്തിൽ സംഭവിക്കുന്ന ചിന്തകളെയും പ്രചോദനങ്ങളെയും ആസ്വാദനപരതയും വികാര വിക്ഷോഭങ്ങളെയും എല്ലാം സർഗാത്മകമായി
കൈമാറ്റം ചെയ്യപ്പെടുന്നതിനുള്ള ഒരു രീതിയാണ്. അപ്പോൾ ഭാഷയാണ് ഇത് രണ്ടിൻ്റെയും ഉപാധി എന്നാണ് പറഞ്ഞത്. തഹ്തവി അല ഇദദ് മിനൽ കലിമാത്ത്, ഭാഷയിൽ ധാരാളം പദാവലികളുണ്ട്. ഭാഷ എന്ന് പറയുന്ന പദങ്ങളുടെ ഒരു സഞ്ചയമാണ്. തഹ്തവി അല ഇദദ് മിനൽ കലിമാത്ത് ബൈനഹ അലാഖാത്തുൻ തർക്കീബിയ തുസായിദു അലാ നഖ്ലി തഖാഫത്തി വൽ ഹദാറത്തി ഇബ്റൽ അജിയാൽ. അപ്പോൾ ഈ വാക്കുകൾ ബൈനഹ, ആ വാക്കുകൾക്കിടയിൽ അലാഖാത്തുൻ തർക്കീബിയ, ഘടനാപരമായ ബന്ധങ്ങളാണുള്ളത്. വാക്കുകൾ ഘടനാപരമായി പരസ്പരം ബന്ധപ്പെട്ടതാണ്. കുറേ വാക്കുകൾ പരസ്പരം ഘടനാപരമായി ബന്ധപ്പെടുത്തി ഘടനാപരമായ ബന്ധിതമായ വാക്കുകളുടെ ഒരു കൂട്ടം മാത്രമേ ഒരു സമ്പൂർണമായ മൂർത്തമായ ഒരു ആശയത്തെ സംഭാവന ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് അലാഖാത്തുൻ തർക്കീബിയ ഈ വാക്കുകളുടെ ഇടയിൽ വേണം. അതാകട്ടെ തുസായിദു അലാ നഖ്ലി സഖാഫത്തി വൽ ഹലാറത്തി, സംസ്കാരങ്ങളെയും നാഗരികതകളെയും പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് സഹായിക്കുന്നു. ഇബറൽ അജിയാൽ, ഈ ഭാഷ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്, ഈ ഭാഷ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആ ഭാഷ ഉൾക്കൊള്ളുന്ന സാംസ്കാരികവും നാഗരികവുമായ പ്രചോദനങ്ങളെ വാക്കുകളിലൂടെ ഊട്ടപ്പെട്ട് അതിൻ്റെ ഘടനാപരമായ സവിശേഷത കൊണ്ട് പരസ്പരം ബന്ധിപ്പിക്കപ്പെടുമ്പോഴാണ് ഭാഷ ആശയ പ്രപഞ്ചത്തെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നത്. അതുകൊണ്ട് വഹിയ വസീലത്തിൽ താബീർ മാലത്തിൽ ഇൻസാൻ, അതുകൊണ്ട് അതൊരു മാർഗമാണ്. ഇറ്റ്സ് എ മീഡിയം. ഭാഷ അപ്പോൾ ഒരു അദാത്താണെന്ന് പറഞ്ഞ്, ഇപ്പോൾ ഒരു വസീലയാണെന്ന് പറഞ്ഞു. എന്തിനാണെങ്കിലും താബീരിൻ, ഒരു എക്സ്പ്രഷന് വേണ്ടി, മാലതൽ ഇൻസാൻ, മനുഷ്യൻ്റെ അടുക്കലുള്ള ആശയങ്ങളെ എക്സ്പ്രസ് ചെയ്യാനുള്ള, പ്രകടിപ്പിക്കാനുള്ള വഴിയാണ്. എത്തരം ആശയങ്ങളാണ്, എന്തൊക്കെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്, എന്താണ് അദ്ദേഹത്തിന് പ്രകാശിപ്പിക്കേണ്ടത്, മനുഷ്യൻ എന്താണ് പ്രകാശിപ്പിക്കുന്നത് ഭാഷയിലൂടെ? മിനൽ അഫ്കാർ, ചിന്തകളാണ്. വൽ ആറ, അവൻ്റെ വീക്ഷണങ്ങളാണ്. മഷാഇർ, അൽ അഫ്രാഹ്, അവൻ്റെ സന്തോഷത്തിൻ്റെയും വൽ അഹ്സാൻ, ദുഃഖത്തിൻ്റെയും എല്ലാം വൈകാരികതകളാണ്. വിവാസിത്തത്തിൽ അൽഫാലി, വാക്കുകളുടെയും വൽ കലിമാത്ത്, വാക്യങ്ങളുടെയും അകമ്പടിയോടുകൂടി, അതായത് വാക്കുകളും വാചകങ്ങളുടെയും മാധ്യമത്തിലൂടെ ദുഃഖവും സന്തോഷവും അടങ്ങുന്നവൻ്റെ വൈകാരിക പ്രപഞ്ചത്തെയും അവൻ്റെ വീക്ഷണങ്ങളെയും ചിന്തകളെയും മനുഷ്യൻ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ് ഭാഷ. അതാണ് ഭാഷയുടെ ഏറ്റവും ഉദാത്തമായ ഒരു ഫങ്ഷൻ, അതിൻ്റെ കടമ, അത് നിർവഹിക്കുന്ന ചുമതല എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല അത് വെറുതെ അവതരിപ്പിച്ചാൽ ഫി അഹ്സനി തൻളീമിഹ, അതിൻ്റെ ഏറ്റവും മനോഹരമായ ഘടനയോടുകൂടി, വതർത്തീബിഹ, അതിൻ്റെ ക്രമത്തോടുകൂടി, ക്രമത്തിലും ഘടനയിലും, മെച്ചപ്പെട്ട ഘടനയിലും ക്രമത്തിലും ആ വാക്യങ്ങളെയും പരസ്പര ബന്ധിതമായി ചേർത്ത് വെച്ച് മനുഷ്യനവൻ്റെ ദുഃഖത്തെയും സന്തോഷത്തെയും പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വൈകാരികവും അതുപോലെ അവൻ്റെ ചിന്താപരമായതും അവൻ്റെ വീക്ഷണപരവുമായ ആവശ്യങ്ങളെയാണ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്ന ഒരു വസീലയാണ് ഭാഷ. ഈ വസീലത്തുൻ തഅബീരി മാ ലദൽ ഇൻസാൻ മിനൽ അഫ്കാരി വൽ ആറാ വ മശാഇറിൽ അഫ്റാഹ് വൽ അഹ്സാൻ ബിവാസിത്തത്തിൽ അൽഫാദ് വൽ കലിമാത്ത് ഫി അഹ്സനി തൻളീമിഹ വ തർതീബിഹ. അതുകൊണ്ട് വലിദാലിക വൽ ലുഗത്തു മജ്മുഅത്തുൻ മിനർ റുമൂസ്. മറ്റൊരു കാര്യം, ഭാഷ എന്ന് പറയുന്നത് ഇതൊക്കെയാണെങ്കിലും അത് ചില സിമ്പലുകളാണ്. ഒരു വാക്ക് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു സിമ്പലാണ്, ഒരു പ്രതീകമാണ്. ആ വസ്തുവല്ല, പേന എന്ന വാക്കെന്ന് പറയുന്നത് പേനയായി നമ്മൾ ഉപയോഗിക്കുന്ന ആ വസ്തുവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു സിമ്പലാണ്. പേന എന്ന വാക്ക് യഥാർത്ഥത്തിൽ പേനയല്ല, മറിച്ച് പേന എന്ന ആശയത്തെ മനസ്സിലാക്കി കൊടുക്കാൻ, അനുവാചകൻ കേൾവിക്കാരനെ മനസ്സിലാക്കി കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രതീകമാണ് പേന എന്ന വാക്ക്. അപ്പം അതുകൊണ്ട് വല്ലുഗത്തു മജ്മുഅത്തുൻ മിനർ റുമൂസ്. അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള പ്രതീകങ്ങളുടെ ഒരു സഞ്ചയമാണ്. തുമസ്സിലുൽ മആനി, അത് ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അൽ മുഖ്തലിഫ, തുമസ്സിലു അൽ മആനി അൽ മുഖ്തലിഫ, വിവിധങ്ങളായ ആശയങ്ങളെ അത് പ്രതിനിധീകരിക്കുന്നു. വഹിയ മഹാറത്തുൻ യഖ്തസ്സ ബിഹൽ ഇൻസാൻ, അതൊരു വലിയ ടാലൻ്റാണ്. ഭാഷ എന്ന് പറയുന്ന മഹത്തായ ഒരു ടാലൻ്റാണ്, ഒരു ടാലൻ്റാണ്. യഖ്തസ്സ ബിഹൽ ഇൻസാൻ, അത് മനുഷ്യന് ഒരു ടാലൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സർഗശേഷിയാണ്. അത് മനുഷ്യന് മാത്രം, അതായത് ഇഖ്തസ ബിഹൽ ഇൻസാൻ, മനുഷ്യൻ്റെതായ ഒരു സർഗശേഷിയാണ്. അതുകൊണ്ട് യഅ്തബിറു തഹ്സീലുൽ ലുഗ അക്ബറു ഇൻജാസുൻ ഫി ഇത്താരി നമു വൽ അഖ്ലി വൽ ലത്ഫി. അതുകൊണ്ട് ഭാഷയെ നമ്മൾ കണക്കാക്കപ്പെടുന്നു, യഅ്തബറു, അത് കണക്കാക്കപ്പെടുന്നത് യഅ്തബറു അല്ലെങ്കിൽ യഅ്തബിറു
യുഅ്തബർ തഹ്സീലുൽ ലുഗ, ഭാഷയുടെ അഭ്യസനത്തെ സംബന്ധിച്ച് അത് വ്യവഹരിക്കപ്പെടുന്നത്, ഭാഷാഭ്യസനത്തെ കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ച് പറയപ്പെടാവുന്നൊരു കാര്യം, അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. യുഅ്തബർ തഹ്സീലുൽ ലുഗ, ഭാഷയുടെ അഭ്യസനം ഇങ്ങനെ നിരീക്ഷിക്കപ്പെടുന്നു. എന്ത്? അക്ബറു ഇൻജാസിൻ ഫി ഇതാരിൻ നമുൽ അഖ്ലി വൽ ലത്തിഫിൽ, ഒരു കുട്ടിയുടെ, ഒരു മനുഷ്യ ശിശുവിൻ്റെ ബൗദ്ധിക വളർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം, ഒരു കുട്ടിയുടെ ക്രമപ്രദമായ വളർച്ചയ്ക്ക്, അത് ഏറ്റവും ഉന്നത രൂപത്തിൽ വളർച്ചയ്ക്ക് ഉപയുക്തമാകുന്നതിന് അളക്കപ്പെടാൻ കഴിയുന്നൊരു മാനകം, ഒരളവുകോൽ ഭാഷയുടെ ഇതാണ്, ഭാഷയുടെ ശേഷിയാണ്. ഒരു കുട്ടി ഭാഷ ഉപയോഗിക്കുന്നതിൻ്റെ ക്രമപ്രകാരം ഭാഷ ഉപയോഗിക്കുന്നത് ആ കുട്ടിയുടെ ബൗദ്ധിക വളർച്ചയുടെ ലക്ഷണമായി പരിഗണിക്കപ്പെടുന്നു. യുഅ്തബർ തഹ്സീലുൽ ലുഗ അക്ബർ ഇൻജാസ് ഫി ഇതാർ നമൂ വൽ അഖ്ലി ലത്തിഫ്. വമിൻ അഹം ഖസാഇസിൽ ലുഗ മാ യഅതി. അതുകൊണ്ട് ഭാഷയുടെ സവിശേഷതകളെ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം. 5 കാര്യങ്ങളിലായിട്ടാണ് ഭാഷയുടെ സവിശേഷത. ഈ പറഞ്ഞ കാര്യങ്ങൾ 5ആയി നമുക്ക് സംഗ്രഹിക്കാമെന്നാണ് പറയുന്നത്. അൽ-ലുഗത്തു മിൻ അഹമ്മി വസായിലിൽ ഇത്തിസാൽ ബൈനൻ നാസ്, ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ മാധ്യമമാണ് ഭാഷ. ലുഗത്തു മിൻ അഹമ്മി വസായിൽ ഇത്തിസാൽ ബൈനൻ നാസ്, ജനങ്ങളുടെ ഇടയിലെ ഏറ്റവും മികച്ച ഒരു എന്താണ് കമ്മ്യൂണിക്കേഷൻ, മികച്ച വിനിമയ മാർഗങ്ങളിലൊന്നാണ് ഭാഷ. അപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഷയുടെ സവിശേഷത എന്താണ്? അൽ-ലുഗത്തു മആനി മുഹദ്ദദ വവാളിഹ ഫിൽ മുജ്തമി അല്ലദീ യതഹദ്ദസു ഫീഹി അഫ്റാദഹു ബിതിൽക ലുഗ. ഏതൊരു ഭാഷയും സംസാരിക്കുന്ന ജനസമൂഹത്തിലെ ഓരോ വ്യക്തികൾ, അൽ മുജ്തമി അല്ലദീ യതഹദ്ദസു ഫീഹി അഫ്റാദഹു ബിതിൽക ലുഗ, ആ ഏതൊരു സമൂഹത്തിലെ വ്യക്തികൾ, ഒരു സമൂഹം സംസാരിക്കുന്ന ഭാഷ, അതിലെ വ്യക്തികൾ തമ്മിൽ നടക്കുന്ന സംഭാഷണങ്ങളിൽ സംസാരിക്കുന്നവനും ശ്രോതാവും, സംസാരിക്കുന്നവനും അപരനും തമ്മിൽ കൃത്യമായി ആശയസംവേദനം നടത്താൻ ഉതകുന്ന അർത്ഥങ്ങളുടെ, മാനികളുടെ, അല്ലെങ്കിൽ അതായത് മാനി മുഹദ്ദദ, നിർണിതമായ ഓരോ വാക്കുകൾക്കും പദങ്ങൾക്കും ഘടനകൾക്കും നിർണിതമായ അർത്ഥങ്ങൾ, അത് വ്യക്തമായി വവാളിഹ, അങ്ങനെയുള്ളതാണ് ഭാഷ. അൽ-ലുഗത്തു മആനി, ഭാഷ എന്ന് പറഞ്ഞ ചില അർത്ഥങ്ങളാണ്. മആനി മുഹദ്ദദ, നിർണിതമായ അർത്ഥം, ഓരോ വാക്കിനും നിർണിതമായ, അതിന് രജിസ്റ്റർ ചെയ്യപ്പെട്ട അർത്ഥങ്ങളുണ്ട്. അവകളാകട്ടെ വവാളിഹ, വ്യക്തമായതുമാണ്. ഈ ആർക്ക് വ്യക്തമാകേണ്ടതാണ്? ഫിൽ മുജ്തമി, ഒരു സമൂഹത്തിന്, അല്ലദീ യതഹദ്ദസു ഫീഹി അഫ്റാദുഹു ബിതിൽക ലുഗ, ആ ഭാഷ സംസാരിക്കുന്ന ആ സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ഗ്രഹിക്കാവുന്ന നിർണിതമായ അർത്ഥങ്ങളുള്ള, വ്യക്തമായ, നിർണിതവും വ്യക്തവുമായ അർത്ഥങ്ങളുള്ള പദങ്ങളുടെ സഞ്ചയമാണ് ഭാഷ. ഈ അർത്ഥത്തിൽ ഒന്ന് വസീലത്തിൽ ഇത്തിസാൽ ബൈനൻ നാസ്, ജനങ്ങളുടെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുടെ വിനിമയ ഉപാധിയാണ്. 2, ആ ഭാഷയ്ക്ക് നിർണിതവും വ്യക്തവുമായ വാക്യാർത്ഥങ്ങളുണ്ട്. അത് ഒരു സമൂഹത്തിലെ ഏത് സമൂഹത്തിലാണോ ആ ഭാഷ സംസാരിക്കുന്നത്, ആ സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും അത് മനസ്സിലാകണം. അങ്ങനെ ആകുമ്പോഴാണ് അത് ഒരു ഭാഷയായി വ്യതിരിക്തമാകുന്നത്. മൂന്നാമത്തത് അൽ-ലുഗത്തു തഅബീറുൻ അൻ ഖിബറാത്തിൽ ഇൻസാൻ വ മആരിഫിഹി വ തജാരിബി. ആദ്യ രണ്ടും പറഞ്ഞത് കേവലമായ ഭാഷയുടെ അർത്ഥങ്ങളാണെങ്കിൽ, ഇനി പറയുന്നത് അതിൻ്റെ കുറെക്കൂടെ ഉയർന്ന തലത്തിലുള്ള ഭാഷയുടെ ഫങ്ഷനുകളെക്കുറിച്ചാണ്. അൽ-ലുഗത്തു തഅബീറുൻ, അത് എക്സ്പ്രഷനാണ്. തഅബീർ എന്ന് പറയുന്നത് ഒരു സർഗാത്മക പ്രക്രിയയാണ്. തഅബീർ എന്തിനാണ്? അൻ ഖിബറാത്തിൽ ഇൻസാൻ, മനുഷ്യൻ്റെ ഖിബറത്തുകൾ, എക്സ്പെർട്ടൈസുകൾ, മനുഷ്യൻ്റെ കർമ്മശേഷി, മആരിഫിഹി, അവൻ്റെ വിജ്ഞാനങ്ങൾ, തജാറുബിഹി, അവൻ്റെ അനുഭവം. മനുഷ്യൻ അവൻ്റെ വിജ്ഞാനവും അവൻ്റെ അനുഭവങ്ങളെയും അതുപോലെ അവൻ്റെ ടാലൻറ്റുകളെയും അതുപോലെ അവൻ്റെ കഴിവുകളെയും പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാധ്യമം കൂടെയാണ് ഭാഷ. നാലാമത്തെ കാര്യം തതഅസ്സറു ലുഗ ബിൽ മുജ്തമി അല്ലദീ യഈഷു ഫീഹിൽ ഫർദ്. ഭാഷ എപ്പോഴും ആ ഭാഷ സംസാരിക്കുന്ന ജനസമൂഹങ്ങളോട് ഒരു സമ്പർക്കത്തിലായിരിക്കും. ഏതൊരു ഭാഷയും ആ ഭാഷ സംസാരിക്കുന്ന ജനങ്ങളാൽ സ്വാധീനിക്കപ്പെടും, ആ ജനങ്ങൾ ആ ഭാഷയാൽ സ്വാധീനിക്കപ്പെടും. ഇത്തരത്തിലുള്ള ഒരു റെസിപ്രോക്കൽ റിലേഷൻ ഭാഷയും അത് സംസാരിക്കുന്ന ജനവിഭാഗം തമ്മിലുണ്ട്, സമൂഹവും തമ്മിലുണ്ട്.
തതഅസ്സറു ലുഗ ബിൽ മുജ്തമി അല്ലദി യഈഷു ഫീഹിൽ ഫർദ്. ഭാഷ സ്വാധീനിക്കപ്പെടുന്നു ബിൽ മുജ്തമി, ഒരു സമൂഹത്താൽ. എ ലാംഗ്വേജ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇറ്റ്സ് സൊസൈറ്റി. എങ്ങനെയുള്ള സൊസൈറ്റിയാണ്? അല്ലദി യഈഷു ഫീഹിൽ ഫർദ്, അതിലാണ് ഓരോ വ്യക്തികളും താമസം. ഒരു സമൂഹത്തിലെ ഓരോ വ്യക്തികൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം അത് സംസാരിക്കുന്ന ഭാഷയാൽ സ്വാധീനിക്കപ്പെടുന്നു. ആ ഭാഷ ആ സമൂഹത്താലും സ്വാധീനിക്കപ്പെടുന്നു. അതുകൊണ്ട് ഫബഅദുൽ ഖബാഇലിൽ അറബിയ്യ ലദൈഹിം അക്സറു മിൻ 20 കലിമത്തൻ അല ഇസ്മി അൽ ജമൽ. അറബികളുടെ സംസ്കാരത്തിലെ ഒരു വലിയ പ്രതീകമാണ് ഒട്ടകം. അറബിയുടെ സാംസ്കാരിക പരിസരത്ത് നിന്ന് ഒട്ടകം എന്ന മൃഗത്തെ മാറ്റി തീർക്കുക സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 20 എന്നാണ്, യഥാർത്ഥത്തിൽ 20 അല്ല, 200-ലധികം പദങ്ങളുണ്ടെന്ന് ആണ് വേറൊരു ആശയത്തിൽ ഞാനത് വായിച്ചിട്ടുള്ളതാണ്. 200-ലധികം വാക്കുകളുണ്ട് ഒട്ടകത്തെ പ്രതിനിധീകരിക്കാൻ. ഇവിടെ പറഞ്ഞ അക്സറുമിൻ 20 കലിമ, അക്സറുമിൻ 200 കലിമ എന്നാണ് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഫബഅദുൽ ഖബായിലിൽ അറബി അല്ലാതെ ചില ഗോത്രങ്ങൾ, അറബി ഗോത്രങ്ങളുടെ ഇടയിൽ അക്സറുമിൻ 20 കലിമ അല ഇസ്മിൽ ജമൽ. ജമൽ എന്ന ഒട്ടകത്തെ പ്രതിനിധീകരിക്കാൻ 20, ഒട്ടകം എന്ന ആശയത്തെ പ്രതിനിധീകരിക്കാൻ 20-ലധികം വാക്കുകൾ അല്ലെങ്കിൽ 200-ലധികം വാക്കുകളുണ്ട് എന്ന് ചില ഗോത്രങ്ങൾക്കിടയിൽ. അത് അറബികളുടെ കാര്യമാണ്. എന്നാൽ വൽ എസ്കിമോകൾ, അതായത് യഥാർത്ഥത്തിൽ അത് ധ്രുവ മനുഷ്യരാണ്, ഗോത്രവർഗ്ഗക്കാരൻ. ലദൈഹിം, അവരുടെ 120, അതായത് 120 കലിമ അല മഅന സൽജി, അതായത് മഞ്ഞ് എന്ന വാക്ക്. കാര്യം അവർക്ക് ഒരിക്കലും ധ്രുവ മനുഷ്യർക്ക് ഈ ഒരു സാമൂഹ്യ പരിസരത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യത. മഞ്ഞെന്ന വാക്കിന് അതിൻ്റെ എല്ലാ അവസ്ഥാന്തരങ്ങളിലും സൂചിപ്പിക്കാൻ അർത്ഥങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ 120-ലധികം വാക്കുകൾ സൽജ്, മഞ്ഞ് എന്ന വാക്കിന് സൂചകമായി ഉണ്ട് എന്ന എസ്കിമോകളുടെ ഭാഷയിൽ. അതുപോലെ ഖബായിൽ ഗാരോ എന്ന് പറഞ്ഞ ബർമയിലെ ഒരു ഗോത്രവർഗ്ഗമാണ് ഗാരോ. അപ്പോൾ ബർമയിലെ ഈ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ അരി ഉണ്ട്. നമ്മുടെ ഭക്ഷ്യവസ്തുവായ അരിക്ക് കലിമത്തുൻ തസിഫു അൽ ഉറുസ്. ലദൈഹിം 92 കലിമ, 92 വാക്കുകൾ ഉണ്ടെന്നാണ് വാക്കുകളുണ്ടെന്ന് തസ്ഫുൽ ഉറുസ് വാൻവായി, അരിയും അതിൻ്റെ പല വകഭേദങ്ങളെ സൂചിപ്പിക്കാനായി. വകദാലിക അഞ്ചാമത്തെ തൂജദുൽ ലുഗ ഹൈസു തൂജദുൽ ജമാ. അതുകൊണ്ട് എവിടെ ഭാഷയുണ്ടോ അവിടെ ആ ഭാഷയുടേതായ ഒരു സമൂഹമുണ്ട്. ഒരു ഭാഷയും അവരുടെ അത് സംസാരിക്കുന്ന ആ ജനസമൂഹത്തിൽ നിന്ന് വേർപെട്ടതായ നിലയിൽ അതിനൊരു എക്സിസ്റ്റൻസ് ഇല്ല, ഒരു നിലനിൽപ്പില്ല. ഒരു സമൂഹത്തിനും അവരുടേതായ ഒരു ഭാഷയില്ലാതെ അവർക്ക് നിലനിൽപ്പുമില്ല. പലപ്പോഴും ഓരോ സമൂഹത്തെയും അടയാളപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും വലിയ ഏകകവും ഏറ്റവും വലിയ സൂചനയും ഏറ്റവും വലിയ പ്രതീകവും അവരുടെ ഭാഷ തന്നെയാണ്. പല അർത്ഥത്തിലും ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും വലിയ വർഗീകരണം നടക്കുന്നത്. മതവും മറ്റു തരത്തിലുള്ള സമൂഹത്തിൻ്റെ മതം, മറ്റു തരത്തിലുള്ള മറ്റ് സാംസ്കാരിക പരിസരങ്ങളെല്ലാം രേഖപ്പെടുത്തപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പക്ഷേ മനുഷ്യനെ അടയാളപ്പെടുത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതീകം, സൂചകം ഭാഷ തന്നെയാണ്. അതുകൊണ്ട് വഹൈസു തക്കൂനുൽ ലുഗ തക്കൂനുൽ മുഷാറക്ക ഫി ശുഊരി അൽ മുഷ്തരിക് ബിൽ മുവാഫഖ് ബൈന ജമാഅത്ത്. അതുകൊണ്ട് ഭാഷ നിലനിൽക്കുന്നിടത്തോളം കാലം ഹൈസു തക്കൂനുൽ ലുഗ തക്കൂനുൽ മുഷാറക്ക, ഭാഷയുള്ളിടത്തോളം കാലം അത്തരത്തിലുള്ളൊരു കൊടുക്കൽ വാങ്ങലുകൾ, ഒരു മുഷാറക്ക, ഒരു സഹകരണം ഉണ്ടാകുന്നു. ഏതിൻ്റെ? ഫി ശുഊരിൽ മുഷ്തരിക്, ഏകീകൃതമായ പൊതു സ്വഭാവത്തിലുള്ള പരസ്പരം പങ്കുവയ്ക്കപ്പെടുന്ന വൈകാരികതകൾ. അതുപോലെ ബിൽ മവാഖിഫ് ബൈനൽ ജമാഅത്ത്, ഒരു സമൂഹത്തിൻ്റെ വിവിധ സന്ദർഭങ്ങൾ, പ്രത്യേക ചില നിമിഷങ്ങൾ, അവരുടെ ഫെസ്റ്റിവലുകൾ, അവരുടെ ആഘോഷങ്ങൾ, അവരുടെ വിവാഹം, അവരുടെ മറ്റ് സാംസ്കാരിക ലക്ഷണങ്ങൾ, ഇതെല്ലാം അടയാളപ്പെടുത്തപ്പെടുന്ന അവരുടെ ഇടയിലുള്ള വൈകാരിക പങ്കുവയ്ക്കലുകൾ നിർവഹിക്കപ്പെടുന്ന ഒരുപാട് സന്ദർഭങ്ങൾക്ക് ഭാഷ ഒരു വലിയ മാധ്യമമാണ്, ഭാഷ വലിയൊരു പ്രതീകമാണ്. ഇങ്ങനെ 5 ഖസായിസുകളാണ് ഇവിടെ എണ്ണപ്പെടുന്നത്. നമുക്കിനി അറബി ഭാഷയിലേക്ക് പോകാം. അൽ ലുഗൽ അറബിയ എന്നുള്ള വിഷയം നമ്മൾ ഡിസ്കസ് ചെയ്യാം. അൽ ലുഗ അൽ അറബിയ, അറബി ഭാഷ എന്ന് പറയുന്നത് ഏറ്റവും സംക്ഷിപ്തമായ വിശദീകരണമാണ് ഇവിടെ നൽകപ്പെട്ടിട്ടുള്ളത്. വളരെ വിശാലമായി പറയേണ്ടുന്ന ഒരു കാര്യമാണ്, പക്ഷേ അത് വളരെ സംക്ഷിപ്തമായി ഇവിടെ പറയാം.
ഇന്ന ലോകത്തുൽ അറബിയ ലോകത്തുൻ ഫദ്ദ ഫരീദ മിൻ നൗഇഹ മിൻ ഹൈസു വിലാദത്തിഹ വ നശഅത്തിഹ വ അനാസിരിഹ വ ഖസാഇസിഹ വമാ ഇലൈഹി. അറബി ഭാഷ വളരെ അപൂർവതകളും ഉദാത്തമായ സ്വഭാവ സവിശേഷതകളും വൈവിധ്യങ്ങളും ഉള്ള ഒരു ഭാഷയാണ്. അത് അറബി ഭാഷയെന്ന് മാത്രമല്ല, എല്ലാ ഭാഷകൾക്കും ഇത് ബാധകമാണ്. അതിൽ മിൻ ഹൈസു വിലാദത്തിഹ അതിൻ്റെ ഭാഷയുടെ ഉത്ഭവത്തെ സംബന്ധിച്ച്, വനഷഅത്തിഹ അതിൻ്റെ വളർച്ചയെ സംബന്ധിച്ച്, അനാസിർഹ അതിൻ്റെ അറബി ഭാഷയുടെ എലമെൻസുകൾ, അതിൻ്റെ ഘടന, അതിൻ്റെ അടിസ്ഥാന നിർമ്മിതിയെ സംബന്ധിച്ച്, അതിൻ്റെ ലക്ഷണങ്ങളെ സംബന്ധിച്ച്, അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളെ സംബന്ധിച്ച്, ഖസാഇസിഹ അതിൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ച്, ഒമായില്ല ഇത്തരത്തിലെല്ലാം ഭാഷ അതിൻ്റെ പ്രത്യേകതകൾ കൊണ്ടും അതിൻ്റെ ഘടകങ്ങൾ കൊണ്ടും അതിൻ്റെ വളർച്ചയുടെയും ഉത്ഭവത്തിൻ്റെയും സവിശേഷതകൾ കൊണ്ടും അതിൻ്റെ വൈവിധ്യങ്ങൾ കൊണ്ടും വളരെ പെക്യൂലിയറായിട്ടുള്ള വ്യതിരിക്തമായ ഉദാത്തമായ ഒരു ഭാഷയാണ് അറബി ഭാഷ എന്ന് പറയുന്നത്. അത് അറബി ഭാഷയെ മാത്രമല്ല, ഒട്ടുമിക്ക മാനവിക ലോക ഭാഷകൾക്കും ഈ പറയപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സുകൾ നമുക്ക് നൽകാൻ കഴിയും. ഫഇന്നഹ ലാ തുഷ്ബിഹുഹു ലുഗത്തുൻ മിനൽ ലുഗാത്തിൽ ഉഖറ. അതായത് ഈ അറബി ഭാഷ മറ്റ് പല ഭാഷകളുമായി ഒരു സാമ്യങ്ങൾ കുറഞ്ഞതാണെന്നാണ് പറഞ്ഞത്. അത് വളരെ തെറ്റായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ലോകത്തൊരു ഭാഷയും മാനവികമായ മറ്റൊരു ഭാഷയിൽ നിന്ന് തികച്ചും വ്യതിരിക്തമായ വ്യത്യസ്തമായ ഒന്നാണെന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് സെമിറ്റിക് ഭാഷകളുടെ കൂട്ടത്തിൽ ഒരുപാട് ഈ ഭാഷാ കുടുംബത്തിലെ മറ്റ് പല ഭാഷകളുമായി പലതരം സാമ്യങ്ങളും സാംസ്കാരികവും അതിൻ്റെ ഘടനാപരവും അതിൻ്റെ പദസമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലും എല്ലാം അതിലുള്ള വാക്കുകളുടേതായാലും ഘടനകളുടേതായാലും മറ്റു തരത്തിലും ഒരുപാട് സാമ്യതകൾ പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷേ ഇതൊരു വലിയ മികവായിട്ടാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശരിയല്ല. പിന്നെ ലാ തുഷ്ബിഹു ലുഗത്തുൻ മിനൽ ലുഗാത്തിൽ ഉഖറ. മറ്റ് ഭാഷകളോടൊന്നും ഇതിനൊരു സാമ്യമില്ല, അതൊന്നും സദൃശ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞില്ല. വ്യത്യാസങ്ങളുണ്ടാകും അതുകൊണ്ടാണല്ലോ ഒരു ഭാഷ വ്യതിരിക്തമാകുന്നത്. മറ്റു ഭാഷകളിൽ നിന്ന് ഇതിന് വ്യത്യാസം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇത് മറ്റൊരു സ്വതന്ത്ര ഭാഷയായി നിലനിൽക്കുന്നത്. അത് സ്വാഭാവികമാണ്. എന്നാൽ മറ്റൊരു ഭാഷകളുമായി ഇതിന് യാതൊരു സാദൃശ്യവും ഇല്ല എന്ന പ്രയോഗം ശരിയല്ല. ഒരുപാട് വ്യതിരിക്തതകളുണ്ട്. അതിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലായിരുന്നാലും അതിൻ്റെ പദഘടനയായിരുന്നാലും വാക്യങ്ങളുടെ ഘടനയായിരുന്നാലും അതിൻ്റെ വ്യാകരണ സംബന്ധമായ വസ്തുതകളായിരുന്നാലും ഒക്കെ വ്യത്യാസമുണ്ട്. അതല്ലെന്നല്ല. പക്ഷേ അതിൻ്റെ അർത്ഥം ഇങ്ങനെ ഒരു ഭാഷയെ ഉദാത്തവൽക്കരിക്കാൻ വേണ്ടി മറ്റൊരു ഭാഷയുമായി അതിന് സാമ്യമില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഹുനാക അദീദു മിനൽ ആറാ വർ റിവായാത്ത് ഹൗല അസ്ലുൽ അറബിയ്യ. അതുകൊണ്ട് ധാരാളം വീക്ഷണങ്ങൾ, ധാരാളം റിപ്പോർട്ടുകൾ ഈ അറബി ഭാഷയുടെ ഉൽപ്പത്തിയെ സംബന്ധിച്ചുണ്ട്. ഫയദ്ഹബുൽ ബാബ് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന ഇലാന്ന യഅറബ് ഇബ്നു ഖഹ്താൻ കാന അവ്വലു മൻ അറബ ഫി ലിസാനിഹി വതകല്ലമ ബിഹാദൽ ലിസാനിൽ അറബി. അതായത് യഅറബ് ഇബ്നു ഖഹ്താനാണ് ആദ്യമായി കാന അവ്വലു മൻ അറബ ഫി ലിസാനിഹി അദ്ദേഹം തൻ്റെ നാവിലൂടെ ഈ ഭാഷ സംസാരിച്ചതെന്ന്. വതകല്ലമ ബിഹാദൽ ലിസാനിൽ അറബി അറബി ഭാഷ ആദ്യമായി സംസാരിച്ച ആൾ യഅറബ് ഇബ്നു ഖഹ്താനാണെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇതെല്ലാം യഥാർത്ഥത്തിൽ ചില നിരീക്ഷണങ്ങൾ മാത്രമാണ്. പൂർണ്ണമായ ശരികളോ പൂർണ്ണമായ തെറ്റുകളോ ഇല്ല. പൂർണ്ണമായും യഅറബ് ഇബ്നു ഖഹ്താനെ അദ്ദേഹമല്ല അബുൽ ലുഗ അൽ അറബി ഭാഷയുടെ പിതാവ് അദ്ദേഹം അല്ല എന്ന് നിരാകരിക്കാൻ സാധ്യമല്ല. എന്നാൽ അദ്ദേഹമാണ് സമ്പൂർണ്ണമായി ആദ്യമായി അറബി ഭാഷ ഉച്ചരിച്ചത് എന്ന വീക്ഷണത്തിന് ഒരുപാട് കൗണ്ടർ ആർഗ്യുമെൻറ്റുകളുണ്ട്. സ്വർഗത്തിലെ ഭാഷയാണ്, ആദം നബിയാണ് ആദ്യ അറബി ഭാഷ സംസാരിച്ചതെന്ന് ഒരു വീക്ഷണമുണ്ട്. അതൊന്നും പൂർണ്ണമായി ശരിയായിക്കൊള്ളണമോ ഇല്ല എന്നുള്ള ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ശരിയായിക്കൊള്ളണമെന്നില്ല. അത്തരത്തിലൊരു അഭിപ്രായം തന്നെയാണ് യഅറബ് ഇബ്നു ഖഹ്താനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ സുമ്യത്തുൽ ലുഗ ബിസ്മി, അങ്ങനെയാണ് യഅറബ് ഇബ്നു ഖഹ്താൻ്റെ പേരിനോട് നിസ്ബയാക്കിക്കൊണ്ടാണ് യഅറബ് എന്നാണ് അറബ എന്ന വാക്കുണ്ടായത്. അതുകൊണ്ടാണ് ഈ ഭാഷയ്ക്ക് അറബ് അൽ അറബിയ എന്ന പേര് കിട്ടിയതെന്നാണ് ഒരു വീക്ഷണം. വറദ ഫിൽ ഹദീസ് ഷരീഫ്, ഹദീസ് ഷരീഫിലെ വീക്ഷണം കുറച്ചുകൂടെ യുക്തിസഹമാണ്. ഇതാണ് കാരണം നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം അവ്വലു മൻ നതഖ ലിസാനഹു ബിൽ അറബിയ്യ അൽ മുബയ്യന വകാദ യൻസാ ലിസാനു അബീഹി വഹുവ ഇബ്നു 14 സന. അതായത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ് ആദ്യമായി അറബി ഭാഷ സംസാരിച്ച ഒരാൾ. അതായത് പിന്നീടുള്ള ചരിത്ര സമൂഹത്തിന് തെളിവായി കിട്ടിയതായിട്ടുള്ള സംസാരം ഇസ്മായിൽ നബിയുടേതാണ് എന്നാണ്. കാര്യം ഇസ്മായിൽ നബിയിലൂടെയാണ് ഒരു പക്ഷേ അറബി ഭാഷ പുറം ലോകം അറിയപ്പെടാൻ ഇടവരുന്നത്. ഒരു ജനപദം
മക്കയ്ക്ക് ചുറ്റും രൂപപ്പെടുന്നത് ഒരു പക്ഷേ ഇസ്മായിലിൻ്റെ ശേഷമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവലു മന്നത്തക്ക ലിസാനഹു ബിൽ അറബിയൽ മുബയ്യന, വ്യക്തമായ സുവ്യക്തമായ അറബി ഭാഷയിൽ ആദ്യമായി സംസാരിച്ചാൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാമാണെന്ന് പറയപ്പെടുന്നു. കാരണം കാദ യൻസാ ലിസാൻ അബി, അദ്ദേഹം വഹുവ ഇബ്നു 14 സന, 14 വയസ്സുള്ളപ്പോൾ അദ്ദേഹം പൂർണ്ണമായും ഇബ്രാഹിം നബിയിൽ നിന്ന് വേർപെട്ട് സംഭവങ്ങളൊക്കെ അറിയാമല്ലോ. ഹാജറ ബീവിയും ഇസ്മായിലിനെയും മക്കയിൽ ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഉപേക്ഷിച്ച് പോകുന്ന ചരിത്രമൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് 14 വയസ്സുള്ളപ്പോൾ പിതാവിൻ്റെ ഭാഷ ഇസ്മായിൽ അലൈഹിസ്സലാം മറന്നുപോയി, അതായത് ഹിബ്രു ഭാഷ മറന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ അമ്മൽ ബാദുൽ ആഖർ, വേറൊരു വീക്ഷണം ഫൈദഹബിൽ ഖൗൽ, അവരുടെ അഭിപ്രായത്തിൽ അന്നൽ അറബിയ കാനത്തിൽ ലോകത്ത് ആദം ഫിൽ ജന്ന, സ്വർഗത്തിൽ ആദമിൻ്റെ ഭാഷ അറബി തന്നെയായിരുന്നു. അപ്പോൾ ഏറ്റവും പൗരാണികമായ അല്ലെങ്കിൽ മനുഷ്യ ഉൽപ്പത്തി തൊട്ടുള്ള ഏറ്റവും പഴക്കമുള്ള ഭാഷയാണ് അറബി എന്നാണ്. എന്നാൽ ആധുനിക യൂറോപ്യൻ പണ്ഡിതന്മാരും ഭാഷാശാസ്ത്രകാരന്മാരും എല്ലാം സെമിറ്റിക് ഭാഷകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ചെറുപ്പമുള്ള ഭാഷ അറബിയാണെന്നാണ് അവരുടെ ഒരു വീക്ഷണം. അല്ലാഹു അലം. ഇല്ല അന്നഹു ലാ വുജൂദ ലി ബറാഹിനിൽ ഇൽമിയ ഔ നഖലിയ സാബിത തർജിഹുൽ ബഅദ് അലൽ ആഖർ. ഒരു വ്യത്യാസം മാത്രം, ഈ പറയപ്പെട്ട എല്ലാ വീക്ഷണങ്ങൾക്കും ഇല്ല അന്നഹു ലാ വുജൂദ, അതിനൊന്നും ഒരു എക്സിസ്റ്റൻസ് ഇല്ല, ലി ബറാഹിനിൽ ഇൽമിയ, ശാസ്ത്രീയമായ തെളിവുകളില്ല. ഈ പറയപ്പെട്ട വീക്ഷണങ്ങളെല്ലാം സ്ഥാപിക്കാനുള്ള ശാസ്ത്രീയമായ തെളിവുകളോ ഔ നഖലിയ, അല്ലെങ്കിൽ സാമ്പ്രദായികമായി പരമ്പരാഗതമായി തലമുറകളോളം പറഞ്ഞ് വന്നിട്ടുള്ള നഖലിയ എന്ന് പറയുന്നത് ഇവിടെ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അർത്ഥത്തിൽ, ആ ഒരു സാങ്കേതിക അർത്ഥത്തിൽ, അതായത് ഉലൂമുൻ നഖൽ, അതുപോലെ അങ്ങനെ ഇൽമുൽ അഖ്ലി ഇൽമുൻ നഖ്ലി ഒരു ക്ലാസിഫിക്കേഷനാണ്. അതായത് ആധുനിക വിജ്ഞാനീയങ്ങളെ ഇൽമുൽ അഖ്ലി എന്നും ഖുർആൻ്റെ ഹദീസിൽ നിന്നും ദൈവികമായ അവതീർണമായ ഖുർആനും പ്രവാചക വചനങ്ങളായ ഹദീസിനെയും നഖലിയായി, നഖൽ എന്ന് പറഞ്ഞാൽ അവതീർണമായത്, പകർത്തപ്പെട്ടതെന്നുള്ള അർത്ഥത്തിൽ, അതായത് വറദ, റിവായത്തായി എന്നുള്ള രേഖപ്പെടുത്തപ്പെട്ട എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നഖലിയായിട്ടോ അഖലിയായിട്ടോ രണ്ട് തരത്തിലും ഇതിന് പ്രാമാണികമായ തെളിവുകൾ ഭാഷയുടെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് നമുക്ക് നിർണ്ണയിക്കുക സാധ്യമല്ല. അവ നഖലിയ സാബിത്ത, ഉറപ്പിച്ചിട്ടുള്ള ബുർഹാനുകളില്ല. അതുകൊണ്ട് തർജിഹുൽ ബഅദ് അലൽ ആഖർ, മറ്റൊന്നിനേക്കാൾ സ്വീകാര്യയോഗ്യമായ അഭിപ്രായമാണ് എന്ന് പറയാൻ പര്യാപ്തമായ തെളിവുകൾ നമുക്ക് ലഭ്യമല്ല. ഫല്ലുഗൽ അറബിയ ഇൻ ഷഅബത്ത് മിൻ അറൂമത്തിൻ വാഹിദ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അറബി ഭാഷ ഒരു പൊതു പൂർവ്വഭാഷയിൽ നിന്ന് നിഷ്പദിച്ചതാണെന്ന് പറയാം. ഒരു പൊതുപൂർവ്വ, അതായത് പ്രോട്ടോ ലാംഗ്വേജ്, അതൊരു യൂറോപ്യൻ കാഴ്ചപ്പാടാണ്. യൂറോപ്യൻ ലിംഗ്വിസ്റ്റുകളാണ് എല്ലാ ഭാഷകൾക്കും ഒരു ഭാഷാ കുടുംബം സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ട്രീ, ഭാഷകൾ ഇങ്ങനെ വേർപെട്ട് വരുന്ന അതിൻ്റേതായ ഒരു ശാഖാപരമായ ഒരു ഓർഗാനോഗ്രാം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാ ഭാഷകൾക്കും പൊതുവായ സമാനമായ ഭാഷകൾക്കെല്ലാം ഒരു പൊതുവായ ആദിമ ഭാഷ ഉണ്ട് എന്ന് സങ്കല്പിക്കുകയും ചെയ്യുന്നത് ഒരു യൂറോപ്യൻ കാഴ്ചപ്പാടാണ്. ആ അർത്ഥത്തിൽ മിൻ അറൂമത്തിൻ വാഹിദ്, ഒരു പൊതുഭാഷയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് അറബി ഭാഷ എന്ന് നമുക്ക് പറയാം. വനബത്തത്ത് ഫി അർലിൻ വാഹിദ, അത് ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിലാണ് ഉത്ഭവിച്ചത്. കാര്യം ഒരു ഭാഷ ഒരു പ്രത്യേക ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ നിന്നായിരിക്കും, ഒരു നബത്തത്ത് ഫി അർലിൻ വാഹിദ്, ഒരൊറ്റ ഭൂമികയിൽ നിന്നായിരിക്കും ഉത്ഭവിച്ചിട്ടുണ്ടാകുക. ഫലമ്മ ഖറജ സാമിയൂന മിൻ മഹദിഹിം, അതുകൊണ്ട് സെമിറ്റിക്കുകൾ അവരുടെ ജന്മസ്ഥലത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തക്കാസുരി അദദിഹിം, അവരുടെ എണ്ണം വർദ്ധിച്ച കാരണത്താൽ ഇഖ്തലഫത്ത് ലുഗത്തഹുമുൽ ഊലാ ബിൽ ഇഖ്തിലാഫ്, അപ്പോൾ അവർ മറ്റു ഭാഷകളിലും ആയിട്ട് ഇടകലരലുകൾ വഴി അവരുടെ ഭാഷയ്ക്ക് വൈവിധ്യമുണ്ടായി. ഇഖ്തലഫത്ത് ലുഗത്തഹും, അതോടുകൂടി അവരുടെ ഭാഷയുടെ ജന്മദേശത്ത് നിന്ന് എണ്ണം വർദ്ധിച്ചതോടുകൂടി അവർ പെറ്റുപെരുകിയതോടുകൂടി മറ്റു പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യുകയും ആ പലായനം കാരണത്താൽ അവരുടെ മൗലിക ഭാഷ, അവരുടെ മൂലഭാഷയിൽ നിന്ന് അവരെന്ത് ചെയ്യും, വ്യതിരിക്തമാക്കുകയും മറ്റ് ഭാഷകളുമായി ഇടകലരാൻ ഇടവരുകയും ചെയ്തു എന്നുള്ളതാണ്. വസാദ ഹാദൽ ഇഖ്തിലാഫ് ഇൻഖിതാഅസ്സില, അങ്ങനെ ഈ ഇഖ്തിലാഫ്, ഈ വ്യതിരിക്തതകൾ, ഈ വ്യത്യാസങ്ങൾ അവരുടെ ബന്ധങ്ങൾ മുറിക്കുന്നതിന് കാരണമായി. വസാദ ഹാദൽ ഇഖ്തിലാഫ് ഇൻഖിതാഅസ്സില, ആ ഭാഷകൾ തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു പോകാനിട വന്നു. അതുപോലെ തഅ്സീറുൽ ബിഅ, അതിൻ്റെ ഓരോ ചുറ്റുപാടുകൾ, ഓരോ പരിസ്ഥിതിപരമായ ഭൂമിശാസ്ത്രപരവും
പാരിസ്ഥിതികവുമായ കാരണങ്ങളാൽ സ്വാഭാവികമായും ഒരു ജന്മദേശത്ത് നിന്ന് പുറപ്പെട്ടു വന്ന ജനസമൂഹത്തിന് പിന്നീട് അവരുടെ ജന്മദേശത്തേക്ക് മടങ്ങാൻ കഴിയാതെയോ വരികയോ അല്ലെങ്കിൽ മടങ്ങാൻ ആഗ്രഹിക്കാതെയോ ഒക്കെ വന്നത് കാരണത്താൽ ഈ ബന്ധം വേർപെടുകയും ഭാഷയുടെ വൈവിധ്യങ്ങൾ കൂടുതൽ രൂഢമൂലമാവുകയും ചെയ്തതായിട്ട് മനസ്സിലാക്കാം. തറാഹെ സമൻ, അതുപോലെ കാലങ്ങൾ കഴിഞ്ഞു. ഒരു ജന്മദേശത്ത് നിന്ന് പുറപ്പെട്ട് ദീർഘമായ മരുഭൂമികളിലൂടെ യാത്ര ചെയ്ത് ഒരുപാട് ദൂരം സഞ്ചരിച്ചു പോയി പിന്നെ ഒരിക്കലും അവരുടെ വഴിത്താരകൾ തന്നെ മറന്നുപോയിട്ടുണ്ടാകും. ആ ജനസമൂഹത്തിന് അവരുടെ പൂർവ്വ പിതാക്കളിലേക്ക്, അവരുടെ പാരമ്പര്യ ഭൂമിയിലേക്ക് മടങ്ങാൻ ഒരു പക്ഷേ കഴിയാതെയും വരാം. തറാഹി സമൻ എന്നാണ്. പക്ഷേ ഇത് ചരിത്രപരമായി ഒരിക്കലും ശരിയല്ല. കാര്യം ഏറ്റവും പൂർവ്വ മനുഷ്യരാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അവർ നടന്നു തീർത്ത വഴിത്താരകൾ കൂടുതലുള്ളത്. ഒരിക്കലും അവർ വന്ന വഴികൾ മറന്നിട്ടല്ല, അവരുടെ വഴിയിലേക്ക് അവർക്ക് മടക്കാൻ സാധിക്കാതെയുമല്ല. പക്ഷേ കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലേക്ക് സാഹസികനായ മനുഷ്യൻ മുന്നോട്ട് നീങ്ങുകയും കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങളിൽ അവർ സ്ഥിരവാസം നടത്തുകയും അവിടെ പഠന പങ്കെടുക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ചരിത്രം അതിന് പല സന്ദർഭങ്ങളിലും സാക്ഷിയാണ്. അപ്പോൾ അതുകൊണ്ട് കാലങ്ങൾ കഴിഞ്ഞു പോകുന്നതോടെ അവരുടെ ഭാഷയ്ക്ക് ഈ പറയപ്പെട്ട വൈവിധ്യങ്ങൾ, ഭാഷകൾ തികച്ചും ഭിന്നമായ ഭാഷകളായി വളർന്ന് വികസിക്കാനത് കാരണമായി. തറാഹ് ഹത്ത അസ്ബാൻ, അങ്ങനെ ആയിത്തീർന്നു. കുല്ലു ലഹജത്തിൻ മിന്ന, അതിലുള്ള ഓരോ ലഹജത്തും, ഒരേ ജനസമൂഹം അവർ വിവിധ ഡയലക്റ്റുകൾ, അവരുടെ ഇടയിലുള്ള വിവിധ സ്ലാങ്ങുകൾ, കുല്ലു ലഹജത്തിൻ അസ്ബഹത്ത് കുല്ലു ലഹജത്തിൻ, അവരുടെ ഓരോ സ്ലാങ്ങുകൾ അല്ലെങ്കിൽ അവരുടെ ഓരോ ഡയലക്റ്റും മിൻഹ ലുഗത്തൻ മുസ്തഖില്ല, ഓരോ സ്വതന്ത്ര ഭാഷകളായി വളർന്ന് വികസിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത അമ്മൽ ലുഗൽ അറബിയ, മറ്റൊരു കാര്യം അറബി ഭാഷ അക്ബർ ലുഗാത്തുൽ മജ്മുഅത്ത് ഇസ്ലാമി, അതൊരു ഏറ്റവും ആധുനികമായൊരു, ഇത് അറബി ഭാഷയുടെ ഉത്ഭവ പരിണാമങ്ങളെക്കുറിച്ചുള്ള സംക്ഷിപ്തമായ വിവരണമാണ് ആദ്യം നൽകിയെങ്കിൽ ഇനി ആധുനികമായി അറബി ഭാഷ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്തമായ വിവരമാണ് നൽകുന്നത്. നമ്മൾ ലുഗൽ അറബിയ അക്ബർ ലുഗാത്തുൽ മജ്മുഅത്ത് ഇസ്ലാമിയ മിൻ ഹൈസു അദദുൽ മുത്തഹദ്ദിസീന, അത് സംസാരിക്കുന്നവരുടെ എണ്ണത്തിൻ്റെ തോതനുസരിച്ച്, അദദുൽ മുത്തഹദ്ദിസീന ഹൈസു അദദുൽ മുത്തഹദ്ദിസീൻ, ആ ഭാഷ സംസാരിക്കുന്നവരുടെ എണ്ണത്തിനനുസരിച്ച് അറബി ഭാഷയെ സംബന്ധിച്ചോളം ഈ സെമിറ്റിക് ഭാഷകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഭാഷ. കാരണം അറബി ഭാഷ സംസാരിക്കുന്ന ഭൂമുഖത്തുള്ള ജനങ്ങളാണ് സെമിറ്റിക് ഭാഷകളിൽ ഇന്ന് അവശേഷിക്കുന്ന മറ്റ് ഒന്നോ രണ്ടോ പേരിലെണ്ണാവുന്ന മറ്റു ഭാഷകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വളരെ ഉയർന്ന തരത്തിൽ അതിൻ്റെ ഭാഷ സംസാരിക്കുന്നവരായ ആൾക്കാരുള്ളത്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഏറ്റവും വലിയ ഭാഷ, സെമിറ്റിക് ഭാഷകളിൽ ഏറ്റവും വലിയ ഭാഷ അറബി തന്നെയാണ്. അതുപോലെ വൈഹദൽ ലുഗാത്തുൽ അക്സറു ഇന്തിശാറൻ ഫിൽ ആലം, ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചാരം കിട്ടിയ സെമിറ്റിക് ഭാഷകളിലൊന്ന് അറബി ഭാഷയാണ്. സെമിറ്റിക് ഭാഷകളിലെ മൊത്തം ലോകത്ത് പ്രചാരം കിട്ടിയ മൊത്തം ഭാഷകളിൽ ഒന്നാണ് അറബി ഭാഷ. യതഹദ്ദസു അക്ബർ മിൻ 422 മില്യൺ നിസ്മ, ഏകദേശം 422 മില്യൺ ജനങ്ങളാണ് ലോകത്ത് ഈ ഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സർവേ എടുക്കപ്പെട്ട ഏറ്റവും ലാസ്റ്റിലെ ഒരു തെളിവനുസരിച്ചിട്ടാണ്. ഏറ്റവും പുതിയ കണക്കുകൾ വീണ്ടും നമുക്ക് അന്വേഷിച്ചാൽ കാണാവുന്നത് ഇതൊന്നും വർദ്ധിച്ചിട്ടുണ്ടാകാം. ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്, അതുപോലെ ഏഷ്യൻ കോണ്ടിനെൻറ്റ്. ഏഷ്യ, ആഫ്രിക്ക വൻകരകളിലായിട്ടാണ് ഈ അറബി ഭാഷ സംസാരിക്കുന്ന ജനപദങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട് കിടക്കുന്നത്, അത് പരന്ന് കിടക്കുന്നത്. അപ്പോൾ ഈ ഏഷ്യ വൻകരയിലും ആഫ്രിക്ക വൻകരയിലും വിവിധ ആയിട്ടാണ് ഈ അറബി ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ അധിവസിക്കുന്നത്. അതുപോലെ വഗൈരിഹാമിൽ മനാത്തിഖ് ഫിൽ വത്തനിൽ അറബി, പ്രത്യേകിച്ച് അത് കൂടാതെ ഏഷ്യൻ ആഫ്രിക്കൻ വൻകരയിൽ കൂടാതെ തന്നെ അറബ് ലോകത്തിലും ഫിൽ മനാത്തിഖ് ഫിൽ വത്തനിൽ അറബി, അറബ് ലോകത്തുള്ള വിവിധ പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് ബിൽ ഇളാഫത്തി ഇലൽ മലായീൻ അന്നാത്തിഖീന ബിഹാ ഫി കാഫത്തി അൻഹാഇൽ ആലം, അറബി വംശജരായ ജനങ്ങൾ അവരുടെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷന് പുറത്ത് ഏഷ്യൻ ആഫ്രിക്കൻ വൻകരകളിൽ വസിച്ചിരുന്നവരും അവരുടെ പൂർവ്വപിതാക്കളുടെ ലോകം വിട്ട് യൂറോപ്പിലെയും ലാറ്റിൻ അമേരിക്കയിലെയും വടക്കേ അമേരിക്കയിലെയും പോലെയുള്ള കോണ്ടിനെൻറ്റുകളിൽ പോയി അവിടേക്ക് എമിഗ്രേറ്റ് ചെയ്യുകയും അവിടെ സ്ഥിരവാസം ഉറപ്പിക്കുകയും ചെയ്തവരായ അറബ് വംശജരായ ജനങ്ങളുണ്ട്. അപ്പോൾ അവരുടെയും മാതൃഭാഷ എന്ന നിലയിൽ അറബി ഭാഷയാണ്. അപ്പോൾ അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഭാഷ ലോകത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലും എത്തിയിട്ടുണ്ട് എന്ന് പറയാം. ബിൽ ഇളാഫത്തിൽ മലായി നാത്തിഖീന ബിഹാ ഫി കാഫത്തി അൻഹാഇൽ ആലം.
അതുകൂടാതെ അൽ-ലുഗ അൽ-അറബിയ അഹമ്മിയത്തുൻ കിബ്റ ലദ അത്ബാ ദിയാനത്തുൽ ഇസ്ലാമിയ, അറബി ഭാഷയെ ഇസ്ലാമിക സംസ്കാരത്തിൽ നിന്ന് വേർപെടുത്തുക സാധ്യമല്ല എന്ന് നമുക്കറിയാം. ഒരു വേള അത് ഇൻസെപ്പറബിളാണ്. വൽ-ലുഗൽ അറബിയ, അറബി ഭാഷയ്ക്കുണ്ട്, വലിൽ-ലുഗൽ അറബിയ, അറബി ഭാഷയ്ക്കുണ്ട് അഹമ്മിയത്തുൻ കുബ്റ, വലിയൊരു പ്രാധാന്യമുണ്ട് ലദ അത്ബാ ദിയാനത്തുൽ ഇസ്ലാമി, ഇസ്ലാം മതത്തെ പിന്തുടരുന്ന, ഇസ്ലാം ആശ്രയിച്ചവരായ, ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ള മുസ്ലിങ്ങളായ ജനസമൂഹത്തിൻ്റെ ഇടയിൽ അവരുടെ അനുഷ്ഠാനങ്ങളുടെയും ആരാധനകളുടെയും ഭാഷ കൂടെയാണ് അറബി. അതുകൊണ്ട് അറബിയിൽ നിന്ന് ലോകത്തെവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ടോ, എത്ര ശരാശരിയായൊരു മുസ്ലിമിനും അറബി ഭാഷയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഏതെങ്കിലും ഒരു തരത്തിലെങ്കിലും അവർ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവരുടെ ആരാധനകളുടെയും അനുഷ്ഠാനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഒക്കെ ഭാഷയാണത്. ഇത് തന്നെ ലോകത്ത് തശ്രീഅൽ അസാസി, കാരണം അവരുടെ അടിസ്ഥാനപരമായ നിയമനിർമ്മാണങ്ങളുടെ ഭാഷ ഏതാണ്? ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ അടിസ്ഥാന നിയമനിർമ്മാണത്തിൻ്റെ അടിസ്ഥാന വസ്തുതകൾ എന്തോ അതിൻ്റെ ഭാഷയാണ്. അതേതാണ് അൽ ഖുർആൻ കരീം. ഖുർആൻ അറബിയിലാണ്. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ ഇസ്ലാമിൻ്റെ നിയമം നിലകൊള്ളുന്ന ഏറ്റവും മൗലിക ഗ്രന്ഥം, അവരുടെ പ്രമാണ ഗ്രന്ഥം ഖുർആനാണ്. അതുകൊണ്ട് ഖുർആൻ്റെ ഭാഷ അറബിയാണ്. മറ്റൊന്നുമല്ല ഹാദിഥുൻ നബിയെ, പ്രവാചക വചനങ്ങളാണ്, അതും അറബിയിലാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഭാഷയ്ക്ക് അതിൻ്റെ മതപരമായ ഒരു സാങ്കത്യം കൂടെ അരക്കിട്ടുറപ്പിക്കുന്നു. ഇല്ല അന്ന ഹാദിഹിൽ ലുഗ ലം തകുൻ ഹിക്റൻ അലൽ മുസ്ലിമീൻ, ഇത് മുസ്ലിമീങ്ങളുടെ ഒരു കുടുംബ സ്വത്ത്, അവരുടെ ഒരു ഏകാധിപത്യ പ്രവണതയുള്ള വസ്തുത അല്ല, മറിച്ച് ഈ ഭാഷയെ ഇസ്ലാം അത്രയും ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതിനൊപ്പം തന്നെ ഈ ഭാഷ ഒരു ജനസമൂഹത്തിൻ്റെ നായകത്വം വഹിച്ചവരായ മുസ്ലിങ്ങളുടെ ഭാഷയായതുകൊണ്ട് തന്നെ അവരുടെ ഇസ്ലാമിൻ്റെ ഒരു സഹനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും വലിയ ഒരു ലക്ഷണം ഒരിക്കലും ഇസ്ലാം അറബികളായോ അനറബികളായ ജനങ്ങളെ ഇസ്ലാം ആരുടെ മേലും അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അത് വയൂജദ് ഫിൽ ബിലാദിൽ അറബിയ, അതുകൊണ്ട് അറബി നാടുകളിൽ കാണാൻ കഴിക്കും മൻ യതഹദ്ദസു ബിഹാ മിൻ അഹ്ലി ദിയാനത്തിൽ ഉഖ്റ, മറ്റ് മതക്കാരും. കാരണം അറബി ഒരു പൊതു സാംസ്കാരിക സ്വരൂപമാണ്. അറബികളായ ജനങ്ങൾ മുഴുവൻ മുസ്ലിങ്ങളല്ല, അറബികളായ ക്രിസ്ത്യാനികളെയും അറബികളുടെ ജൂതന്മാരുടെയും അങ്ങനെ എല്ലാ തരത്തിലുള്ള മതവിഭാഗക്കാരുടെ, സ്വരാഷ്ട്രീയ ഇറാനിലെയും ഇറാഖിലെയും കുർദിലെ ജനങ്ങൾ, കുർദിഷാണ് അവരുടെ മാതൃഭാഷയെങ്കിലും അവരുടെ മതം ഇസ്ലാമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അറബിയുണ്ട്. അതുപോലെ സ്വരാഷ്ട്രീയൻ മതക്കാരായ ആൾക്കാർ, പൗരാണിക പേർഷ്യൻ മതത്തിൻ്റെ അനുയായികൾ, അവർ പേർഷ്യൻ പാരമ്പര്യത്തിലാണ്. പക്ഷേ ക്രമേണ അറബി ഭാഷ ഇറാഖിൻ്റെ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക ഭാഷയോടുകൂടി ജനങ്ങളുടെ വ്യവഹാര ഭാഷയായി അറബി മാറുകയും അപ്പോൾ എല്ലാ നാനാജാതി മതസ്ഥരുടെയും ഭാഷയായി അറബി പരിണമിക്കുകയും ചെയ്യും. ഇതാണ് അറബിയെ സംബന്ധിച്ച്, അറബി ഭാഷയെ സംബന്ധിച്ച് സമകാലീനവും ആധുനികവുമായ ഒരു പൊതുവീക്ഷണം എന്ന് പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത അൽ അദബ് വൻ നഖ്ദ് എന്നുള്ള ഭാഗമാണ്. അത് നമുക്ക് അടുത്തൊരു വോയിസ് ക്ലിപ്പിലൂടെ കാണാം ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. اليوم مناقشتنا مناقشة حول الأدب والنقد، وقد أشرنا إلى الفصل الأخير عن اللغة العربية. في تلك المناقشة إنها تحتوي على ماهية اللغة وخصائص اللغة، وبعد ذلك نظرة عابرة عن اللغة العربية من حيث ولادتها ونشأتها وعناصرها وخصائصها، وبعد ذلك أحوال اللغة العربية في العصر الحديث. وهذه هي الأمور المهمة التي تتعلق بمناقشة اللغة العربية. اليوم نحن نتحدث عن الأدب والنقد. ما هو الأدب؟ إن كلمة الأدب لم يستعملها العرب لمعناه المعروف لدينا إلا بعد قرون. الأدب എന്ന ഈ വാക്ക്, ഈ പദം, ഈ സാങ്കേതിക പദം അറബികൾ
ഇന്ന് നമ്മളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഈ അർത്ഥതലത്തിൽ ഉപയോഗിച്ചതായി കാണാൻ കഴിയുകയില്ല. ലം യസ്തഅമിലുൽ അറബ് ലിമാനാഹുൽ മഅറൂഫ് ലദൈന ഇല്ലാ ബഅദ ഖുറൂൻ. ഇന്ന് നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഈ അർത്ഥം അല്ല, അദബ് എന്ന സാഹിത്യം എന്ന ആ അർത്ഥതലത്തിൽ നമ്മളുടെ ഇടയിൽ സ്വീകാര്യമായി ഒരു അർത്ഥത്തെ സൂചിപ്പിക്കുന്ന ഒരു അറിവ് അറബികൾക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അത് ഏതാനും നൂറ്റാണ്ടുകൾക്ക് ശേഷം മാത്രമാണ് ഇത്തരത്തിൽ അദബ് എന്ന പദത്തിന് സാഹിത്യം എന്ന ഒരു സംജ്ഞ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ലാക്കിന്നഹും ഇസ്തഅമലുഹാ ഫിൽ ഖദീം ഫി മാനൻ ആഖർ. പൗരാണിക കാലത്ത് അറബികൾ അത് മറ്റൊരർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. വഹുവ ദഅവത്തുൽ വലായിം, സദ്യവട്ടങ്ങളിലേക്ക് ക്ഷണിക്കുക എന്നുള്ള അർത്ഥത്തിൽ, സദ്യയ്ക്ക് വേണ്ടി ക്ഷണിക്കുക എന്നുള്ളതാണ് അദബ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കിയിരുന്നത്. അദ്ദഅവത്തുൽ വലായിം, വലീമത്തുകളിലേക്ക് ക്ഷണിക്കുക. വറദത്ത് ഹാദിഹിൽ കലിമ ഫി ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ ഈ പദം ഉപയോഗിക്കപ്പെട്ടുള്ളതായി കാണാം. ഹൈസ് ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാരം പറഞ്ഞപ്പോൾ അദ്ദബനി റബ്ബി ഫഹ്സന തഅദീബി. ഈ ഒരു അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിലുള്ള ഈ അദബ് എന്ന ആ അർത്ഥം ഈ നേരത്തെ പറഞ്ഞ അദ്ദഅവത്തുൽ വലായിം നിന്ന് വ്യത്യസ്തമായ മറ്റൊരർത്ഥമാണ്. അവിടെ അദബ് എന്ന് പറഞ്ഞാൽ മര്യാദ, ചിട്ട, അതുപോലെ ഡിസിപ്ലിൻ, അച്ചടക്കം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അദ്ദബനി റബ്ബി ഫഹ്സന തഅദീബി. എൻ്റെ റബ്ബ് എന്നെ ചിട്ടയുള്ളവനാക്കി, എൻ്റെ റബ്ബ് എന്നെ അച്ചടക്കമുള്ളവനാക്കി. ഫഹ്സന തഅദീബി, അങ്ങനെ എൻ്റെ അച്ചടക്കം നന്നായി എന്നൊരു വചനം കാണാം. കാനത്ത് ഹാദിഹിൽ കലിമ ഷായഅത്തൻ അയ്യാം ബനി ഉമയ്യ ലിമഅന തഅലീം. എന്നാൽ ബനു ഉമയ്യ അമവികളുടെ കാലമായപ്പോഴേക്കും ഈ വാക്കിന് വിജ്ഞാന സമ്പാദനം, അറിവ്, വിദ്യാഭ്യാസം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അദബിന് അങ്ങനെ ഒരർത്ഥം കൈവരിക്കുകയുണ്ടായി. ബി തരീഖത്ത് റിവായത്ത് ഷഅരി. അപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കവിതയെ റിപ്പോർട്ട് ചെയ്യുക, കവിത അവതരിപ്പിക്കുക, കവിത റിപ്പോർട്ട് ചെയ്യുക. ബി തരീഖത്ത് റിവായത്ത് ഷഅർ, അതുപോലെ റിവായത്തുൽ അഖ്ബാർ. ബി തരീഖത്ത് റിവായത്ത് ഷഅരി റിവായത്തുൽ അഖ്ബാർ, കവിത റിപ്പോർട്ട് ചെയ്യുക, അതുപോലെ കഥകൾ, സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. ഇത് അഖ്ബാറും ഷെയറും ജനങ്ങളുടെ ഇടയിൽ പരിശീലിപ്പിക്കുക, പറയുക, പറഞ്ഞു പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക. ഇതൊക്കെയാണ് ആ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം എന്ന ഒരു പൊതു രീതി. ആ അർത്ഥത്തിൽ താലീം എന്ന അർത്ഥത്തിലാണ് അദബ് ഉപയോഗിക്കപ്പെട്ടത്. ഏത് വീക്ഷണത്തിലാണ്? ബി തരീഖ് റിവായത്ത് ഷഅരി റിവായത്തുൽ അഖ്ബാർ, കവിതയെയും സംഭവങ്ങളെയും ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുക, റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആ പ്രക്രിയ എന്നുള്ള അർത്ഥത്തിലാണ് താലീം. അങ്ങനെയാണ് അദബ് എന്ന്. അങ്ങനെ അദബിന് തഅലീം എന്നുള്ള ഈ അർത്ഥത്തിലുള്ള അർത്ഥമാണ് പിന്നീട് ഷിഅറും അഖ്ബാറും എന്നതിൻ്റെ സൂചകമായി അദബ് എന്ന പദം ഉപയോഗിക്കാൻ ഇടവന്നു. വഹാദീസുൽ അവ്വലീൻ, അതുപോലെ മുൻഗാമികളുടെ നരേഷൻസ്, ദ നരേറ്റീവ്സ് ഓഫ് ദി ഓൾഡേഴ്സ് ആൻസെസ്റ്റേഴ്സ്, മുൻഗാമികളുടെ സംഭവങ്ങൾ. അതുപോലെ വസീറത്തുൽ അബ്താൽ, കഥനങ്ങൾ, അതായത് വീരകഥകൾ, വീരകൃത്യങ്ങൾ, മുൻകാലത്തിലെ സാഹസികന്മാരായ നായകന്മാരുടെ സംഭവങ്ങൾ. ഒമായിലേഹ, ഇതൊക്കെയാണ് അക്കാലത്തിലെ തഅലീം, ഇതാണ് വിജ്ഞാനം. അപ്പോൾ ഫഫിൽ അസ്റുൽ അമവി കാലഘട്ടമായപ്പോഴേക്കും ഓഫീസ് സദറുൽ അസ്റുൽ അബ്ബാസി, അതുപോലെ അബ്ബാസിയ കാലഘട്ടത്തിൻ്റെ പ്രാരംഭത്തിലും തതവറത്ത് ഹാദിഹിൽ കലിമ, ഈ പദത്തിന് വീണ്ടും വികാസം സംഭവിച്ചു. വസാർത്ത് തുസ്തഅമലു ഇബാറത്തൻ അനിശ്ശഅരി വൽ അൻസാബി വൽ അഖ്ബാർ വത്താരിഖ്. അപ്പോൾ അന്ന് മുതൽ ചരിത്ര സംഭവങ്ങളെയും നരേഷൻസിനെ, അഖ്ബാർ, സംഭവകഥകളുടെ വിവരണത്തെയും അതുപോലെ തന്നെ കുടുംബ പരമ്പരകളെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളെയും കവിതയെയും മറ്റുമൊക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക പദമായി അത് മാറി. വസാറത്ത് തുസ്താമലു, അത് ഉപയോഗിക്കപ്പെടാൻ തുടങ്ങി ഇബാറത്തൻ, പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഷെയറിന് പകരമായി ലൻസാബ്, അഖ്ബാർ, താരിഖ് പോലെയുള്ള വിജ്ഞാനങ്ങൾ, അതായത് പൂർണ്ണ തരത്തിലുള്ള സമ്പൂർണ്ണ സർഗാത്മകതയും സർഗാത്മകതയും, അതായത് സെമി ക്രിയേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും സൂചിപ്പിക്കുന്നതിനുള്ളൊരു പൊതുപദമായി അദബ് മാറി.
വലം യൽബസ് കസീറൻ, പിന്നെ അധികം താമസിച്ചില്ല, ഹത്ത അസ്ബഹത്ത് തുമസ്സിലു അൽ മഫ്ഹൂമുൽ മുത്തദാവിൽ യൗം, ഇന്ന് നമ്മൾ അദബ് എന്ന സാഹിത്യം എന്നുള്ള അർത്ഥത്തിൽ, ലിറ്ററേച്ചർ എന്ന ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഈ ആശയത്തെ സൂചിപ്പിക്കുന്ന പദമായി അദബ് മാറുന്നത് പിന്നെ അധികം താമസിച്ചില്ല. ഇതാണ് ആമുഖമായി അദബ് എന്താണ് എന്ന് പറയുന്നത്. അടുത്തത് വൽ അദബ് ഫന്നു മിൻ ഫുനൂനിൽ ജമീല. ഇന്നത്തെ ഒരു അർത്ഥത്തിൽ സാഹിത്യം എന്ന് പറയുന്നത് അൽ ഫുനൂനുൽ ജമീല, ഫൈൻ ആർട്സ്, അതായത് സുകുമാര കലകളിൽ പെട്ട ഒന്നാണ് അദബ്. അതായത് ഫൈൻ ആർട്സുകളുടെ കൂട്ടത്തിൽ, അതായത് പൂർണ്ണമായ കലകൾ, സമ്പൂർണ്ണ, അതായത് ഫുള്ളി ക്രിയേറ്റീവ് ആയിട്ടുള്ള പൂർണ്ണ സർഗാത്മക വിജ്ഞാനങ്ങളെ പിന്നെ അല്ലെങ്കിൽ ഡിസിപ്ലിനുകളെ, കംപ്ലീറ്റ് എന്താ പറയുക, പൂർണ്ണ സർഗാത്മക കൃതികൾ, ഫുള്ളി ക്രിയേറ്റീവ് ഡിസിപ്ലിൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആയിത്തീർന്നു. അപ്പോൾ അൽ അദബ് ഫന്നു മിനൽ ഫുനൂനിൽ ജമീല, അപ്പോൾ ക്രിയേറ്റീവ് അല്ല, അതായത് ഫൈൻ ആർട്സ് വിഭാഗത്തിൽപ്പെട്ടത് ഒന്നായി അദബ് മാറി. ഏതൊക്കെയാണ് ഫൈൻ ആർട്സ് വിഭാഗത്തിൽപ്പെടുന്ന മറ്റു കാര്യങ്ങൾ? കറസ്മ, ചിത്രരചന പോലെ, വന്നഹത്ത്, ശില്പകല പോലെ, വൽ മ്യൂസിക് പോലെ, വനഹവ. അപ്പോൾ മ്യൂസിക്, അതുപോലെ സ്കൾപ്ചർ, പെയിൻറ്റിങ്, അങ്ങനെയൊക്കെയുള്ള ആർട്ടിസ്റ്റ്, പൂർണ്ണമായ ആർട്സ്, പൂർണ്ണമായ കലാവിഭാഗങ്ങൾ പോലെ ഒന്നായി സാഹിത്യവും മാറി. കുല്ലും മിൻഹ യുഅബ്ബിറു ബി തരീഖത്തിഹിൽ ഖാസ്സ, ഈ പറയപ്പെട്ട എല്ലാ കലകളും അതിൻ്റേതായ സവിശേഷമായ രൂപത്തിലാണ് അത് താബീർ ചെയ്യുന്നത്, അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അൻ തജ്രിബത്തി നഫ്സിയ, വൈയക്തികമായ എന്ന്, നഫ്സിയ എന്ന് പറഞ്ഞാൽ നഫ്സിയ വൈജിത്യമായ, ആധുനികമായൊരു കാഴ്ചപ്പാടത്തിൽ കേവലം വൈയക്തികമായ കാര്യങ്ങളല്ല, സാമൂഹികമായതുമായ കാര്യങ്ങളുടെ നിർദ്ധാരണം, അതിൻ്റെ എക്സ്പ്രഷൻ, അതിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നതിനെ അങ്ങനെ പറയാം. അപ്പോൾ ആ വൈയക്തികവും സാമൂഹികമായ അനുഭവങ്ങളുടെ പ്രകാശനത്തെ ഈ പറയപ്പെട്ട ഓരോ കലകളും അതിൻ്റെ സവിശേഷമായ ഒരു രീതിയിലൂടെയാണ് താബീർ ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്, പ്രകാശിപ്പിക്കുന്നത് എന്ന് മാത്രം. കുല്ലും മിൻഹാ യുഅബ്ബിറു ബി തരീഖത്തിഹിൽ ഖാസ്സ അൻ തജ്രിബത്തി നഫ്സി, അതിൻ്റെ വൈയക്തികമായ അനുഭവങ്ങളെ അതിൻ്റേതായ ഏതോ കലയാണോ പ്രതിനിധീകരിക്കുന്ന ആ കലയുടേതായ സവിശേഷമായ ശൈലിയിൽ അത് പ്രകാശിപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് ഉദാഹരണത്തിന് ഫർറസ്മോ യുഅബ്ബിറു ബിൽ അൽവാൻ, ചിത്രരചനയിൽ നിറങ്ങളാണ് ഒരു ടൂളുകളായി പ്രയോഗിക്കപ്പെടുന്നത്. വൽ മ്യൂസിക് ആകട്ടെ തുഅബ്ബിർ ബിൽ അൻഗാം, ശീലുകളാണ്, അതായത് ഈണങ്ങളും ഈരടികളുമാണ്. അൻഗാം, നോമ, അതായത് താളാത്മകമായ ഗാനാത്മകമായ ശീലുകളാണ് മ്യൂസിക്കിനെ, സംഗീതത്തെ പ്രതിനിധീകരിക്കുന്നത്. വൽ അദബ്, സാഹിത്യമാകട്ടെ യുഅബ്ബിറു ബിൽ അൽഫാദ്, വാക്കുകളാണ് അതിൻ്റെ പിന്നെ ഘടകങ്ങളായി, ഉപകരണങ്ങളായി, അതിൻ്റെ ടൂളുകളായി അല്ലെങ്കിൽ അതിൻ്റെ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തപ്പെടുന്നത്. വൽ ഗായത്തു മിൻഹാ ജമീഅൻ നഖ്ലു ഇഹ്സാസുൽ ഫന്നാൻ ഇലാ നുഫൂസിൽ ആഖിൻ, ഇതിലെല്ലാം, ഈ കലകളിലെല്ലാം കലാകാരൻ്റെ വൈകാരിക മൂർച്ചയെ, അനുഭവങ്ങളെ വായനക്കാരൻ്റെ, മറ്റുള്ളവൻ്റെ, അനുവാചകൻ്റെ അല്ലെങ്കിൽ ശ്രോതാവിൻ്റെ അല്ലെങ്കിൽ അഭിസംബോധിതൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശനാനുമതി ലഭിക്കുമാറ് അതിനെ അവതരിപ്പിക്കുമ്പോഴാണ്, അതാണ് അതിൻ്റെ ലക്ഷ്യം. വൽഗായത്തു മിൻഹാ ജമീഅൻ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലക്ഷ്യം നഖ്ലു ഇഹ്സാസുൽ ഫന്നാൻ, കലാകാരൻ്റെ അനുഭവതലത്തെ, അവൻ്റെ വൈകാരിക സ്പർശത്തെ മറ്റുള്ളവനിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഇലാ നുഫൂസിൽ ആഖിരീൻ സാധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം ലക്ഷ്യം. മാത്രമല്ല ഇസാറത്ത് മഷാഇരിഹിം, കേവലം അവനിലേക്ക് ഈ ആശയത്തെ സന്നിവേശിപ്പിച്ചാൽ പോരാ, അനുവാചകൻ്റെ ആസ്വാദ്യപരതയെയും അതിൻ്റെ വൈകാരികതയും ഉദ്ദീപിപ്പിക്കാനും അത് പ്രയോജനപ്പെടും. അതായത് സർഗാത്മകമായി തൻ്റെ ആശയങ്ങളെ അനുവാചകനിലേക്ക്, വായനക്കാരനിലേക്ക് എത്തിക്കാനും അനുവാചകനെ വൈകാരികമായി പ്രചോദിപ്പിക്കാനും അത് ഉപകാരപ്പെടണം. വൈസാറത്ത് മഷാഇരിഹിം വൈൻഫിയാരാധ്യം, അവരുടെ വൈകാരികത, അവരുടെ ഇമോഷൻസ്, അതിനെ ഉദ്ദീപിപ്പിക്കാൻ സാധിക്കും. അതാണ് എൻ്റെ ലക്ഷ്യം. ഉദാഹരണത്തിന് ബിമിസ്ലി മംഫാല ബിഹി ബഅദ അൻ യുസവ്വിറു അഹാസീസിഹി വമശാഇരിഹി, അതുപോലെ എത്രത്തോളം ബിമിസ്ലി മംഫാല ബിഹി, എപ്രകാരമാണോ സാഹിത്യകാരൻ, എഴുത്തുകാരൻ, കവി, ചിത്രകാരൻ, ശില്പി, മ്യൂസീഷ്യൻ, സംഗീതജ്ഞൻ, ഇവരെല്ലാം എങ്ങനെയാണോ അയാൾക്ക് ആ വൈകാരിക മൂർച്ച അനുഭവപ്പെട്ടത്, അതേ അളവിൽ, അതേ ഇൻറ്റൻസിറ്റിയിൽ അനുവാചകനിലേക്ക് എത്തിക്കണമെങ്കിൽ അനുവാചകനിലേക്ക് വിടുന്ന ഈ കേവലമായ
പാട്ടിൻ്റെ താളവും ശീലുകളും മാത്രം മതിയാകില്ല. അത് ഉദാത്തമായ അവാച്യമായ ഒരു അനുഭവതലം വായനക്കാരന് അല്ലെ ശ്രോതാവിന്, പാട്ട് കേൾക്കുന്ന ആൾക്ക് പ്രദാനം ചെയ്യുമ്പോഴാണ് അത് അവൻ്റെ വൈകാരികത ഒന്നുകൂടെ മൂർച്ഛിപ്പിക്കുകയും അതവന് വളരെ ആസ്വാദ്യകരമായി അനുഭവപ്പെടുകയും ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ചിത്രത്തെയും, ഇതുപോലെ തന്നെയാണ് സാഹിത്യത്തിൻ്റെയും. അപ്പോൾ അതുകൊണ്ട് തനിക്ക് അനുഭവപ്പെട്ട അനുഭവത്തെ വായനക്കാരൻ്റെ, എഴുത്തുകാരൻ്റെ, ശ്രോതാവിന് അതേ രൂപത്തിൽ അനുഭവപ്പെടുത്തണമെങ്കിൽ ഒരു ഇസാറത്ത് വേണം, ഒരു പ്രചോദനം ഉണ്ടാവണം. അവൻ്റെ മഷായർ, അനുവാചകൻ്റെ, അതായത് വായനക്കാരൻ്റെ, ശ്രോതാവിൻ്റെ മഷായറിന് ഇസാറത്ത് ഉണ്ടാവണം. അതിനെ പ്രചോദിപ്പിക്കപ്പെടണം. അവൻ്റെ വികാരത്തിന് മൂർച്ച ഉണ്ടാകണം. അതുകൊണ്ട് അപ്പോൾ എഴുത്തുകാരൻ തൻ്റെ ഹസാസും തൻ്റെ അനുഭവവേദ്യങ്ങളും തൻ്റെ വൈകാരികതയെല്ലാം ചിത്രീകരിക്കുകയാണ്. ആ അർത്ഥത്തിൽ തനിക്ക് അനുഭവപ്പെട്ടതിൻ്റെ എല്ലാ ഭാവമൂർച്ചയോടും കൂടി അത് അവതരിപ്പിക്കുമ്പോഴാണ് അത് അനുവാചകനും അത്തരത്തിൽ അത് ലഭ്യമാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഹുനാലിക്ക ഇബാറാത്തുൻ കസീറാനി താരീഫിൽ അദബിൻ്റെ നിർവചനങ്ങൾ, അതിൻ്റെ താരീഫാത്തുകൾ, ഡെഫിനിഷൻസ് ധാരാളമുണ്ട്. ഇവിടെ വളരെ കുറഞ്ഞ കുറേ ഡെഫിനിഷൻസ് മാത്രമാണ് ഈ പുസ്തകത്തിൽ പറയുന്നുള്ളത്. അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ദൈർഘ്യത്തെ ഭയന്ന് ഞാൻ ഒന്നുകൂടെ ചുരുക്കുകയാണ്. മിൻഹ മൈലിയ പറയപ്പെടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, അൽ-അദബ് വസീലത്തിൻ ലി തഹർറുക്കി ഇറാദത്ത് ശുഊബി വസീലത്തിൻ ലി തർബിയത്തി ദൗഖി അൽ ഫന്നി വൽ ജമാലി വതുസായിദ് അല സലാമത്തുൽ ലുഗത്തി വൽ ഉസ്ലൂബ്. ഒരു ഡെഫിനിഷൻ, അതിൻ്റെ ഒരു സമവാക്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂത്രവാക്യം ഇപ്രകാരമാണ്. അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ, അതിൻ്റെ ഒരു ഡെഫിനിഷൻ, ഇടയ്ക്കിടയ്ക്ക് മലയാളം വാക്ക് കിട്ടാനൊന്ന് ബുദ്ധിമുട്ടുകയാണ്. അത് ഇപ്രകാരമാണ്: അൽ-അദബ്, സാഹിത്യം എന്ന് പറയുന്ന വസീലത്തിൻ, ഒരു മാർഗമാണ്, ഇറ്റ്സ് എ വേ, ഇറ്റ്സ് എ മീഡിയം. എന്തിനേലി തഹർറുക്ക് ഇറാദത്ത് ശുഊബി, ഒരു ജനസമൂഹത്തിൻ്റെ ആശയങ്ങളും അഭിലാഷങ്ങളെയും പ്രചോദിപ്പിക്കാൻ, അതിനെ ഉണർത്താൻ. ലി തഹർറുക്ക് ഇറാദത്ത് ശുഊബി, ഒരു ജനസമൂഹത്തിൻ്റെ ആത്മസാക്ഷാത്കാരത്തെ ഉണർത്താനും. അതുപോലെ വസീലത്തിൻ, അതൊരു മാർഗമാണ്. ലി തർബിയത്തി ദൗഖി, അതായത് ഒരു ആസ്വാദനപരതയെ പരിപോഷിപ്പിക്കാൻ, ഒരു അമ്യൂസ് ചെയ്യാനുള്ള, ആസ്വദിക്കാനുള്ള സർഗശേഷിയെ പുനരുജ്ജീവിപ്പിക്കാൻ, അതിനെ പ്രചോദിപ്പിക്കാൻ, അതിനെ പരിപോഷിപ്പിക്കുന്നതിനും. ദൗഖുൽ ഫന്നി, അതായത് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള, അതായത് കലാപരമായ ആസ്വാദനം, കലയെ ആസ്വദിക്കാനുള്ള ശേഷിയെ പരിപോഷിപ്പിക്കുന്നതിനും. അതുപോലെ വൽ ജമാലി, അതുപോലെ തന്നെ എസ്തെറ്റിക്സ്, സൗന്ദര്യാത്മകമായ ആസ്വാദനപരം, സൗന്ദര്യത്തെയും കലയെയും, അതായത് ബ്യൂട്ടിയെയും സൗന്ദര്യത്തെയും കലയെയും ആസ്വദിക്കാനുള്ള ഒരു ശേഷിയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗം കൂടെയാണ് അദബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തുസായിദു അല സലാമത്തുൽ ലുഗ, അപ്പോൾ അത് ഭാഷയുടെ അതിൻ്റെ കെട്ടുറപ്പിനെ, അതിൻ്റെ എക്സിസ്റ്റൻസിനെ, ഒരു ഭാഷയുടെ നിലനിൽപ്പിനെ, ഭാഷയുടെ അനർഗളമായ തുടർച്ചയെ അത് സഹായിക്കും. അതായത് ഭാഷ സലാമത്തായിരിക്കുക എന്ന് പറഞ്ഞാൽ ഭാഷയ്ക്ക് നിലനിൽപ്പുണ്ടാകുക, ഭാഷ വിസ്മരിക്കപ്പെട്ടു പോയതാകാതിരിക്കുക. അത്തരത്തിൽ അത് നിലനിർത്താൻ ഇത്തരത്തിൽ സമൂഹങ്ങളുടെ ആശയങ്ങളെയും അഭിലാഷങ്ങളെയും പ്രചോദിപ്പിക്കാനും ആസ്വാദനപരതയുടെ മാർഗങ്ങളെ പരിപോഷിപ്പിക്കാനും സാധ്യമാകണം, കലാപരതയും സൗന്ദര്യാത്മകതയും ഒക്കെ. അതുകൊണ്ട് തുസായിദ് അല സലാമത്തുൽ ലുഗ വൽ ഉസ്ലൂബ്, ഭാഷയുടെയും ശൈലിയുടെയും ഒരു കെട്ടുറപ്പിന്, ഒരു നിലനിൽപ്പിന് അത് സഹായിക്കും. വൽ അദബ്, അതുകൊണ്ട് സാഹിത്യം കുല്ലുമാ അന്തജഹു അസ്ഹാബുൽ ഖലമി, അതുകൊണ്ട് എഴുത്തുകാരൻ എഴുതിക്കൂട്ടുന്നത് മുഴുവൻ സാഹിത്യമാണ്. എപ്പോൾ എങ്ങനെ ആയിരിക്കുമ്പോൾ മിൻ സുവരിൽ കലാം, അതായത് ഒരു എഴുത്തുകാരൻ തൻ്റെ ആശയ പ്രകാശനത്തിൻ്റെ എല്ലാ മാർഗങ്ങളിലൂടെയും അയാൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്തും സാഹിത്യമാണ്. അതെപ്പോഴായിരിക്കും അല്ലത്തി തുഅബ്ബിറു അനിൽ ആത്തിഫത്തി, അതിന് വൈകാരികതയുടെ ഒരു സ്പർശമുണ്ടാകണം, അതിൻ്റെ വൈകാരികതയുടെ പ്രകാശനം ഉണ്ടാകണം. തുഅബ്ബിറു അനിൽ ആത്തിഫ,
ആത്തിഫത്ത് ഇമോഷൻസിനെ പ്രകാശിപ്പിക്കുന്നതാകണം. ഔ സഹറു തബിയത്ത് അല്ലെങ്കിൽ പ്രപഞ്ച സൗന്ദര്യത്തെ അല്ലെങ്കിൽ പ്രകൃതിയുടെ സൗന്ദര്യത്തെ, വശ്യമായ സൗന്ദര്യത്തെ അവതരിപ്പിക്കുന്നതാകണം. ബി തരീഖത്തിൻ തുസീർ ഫി നഫ്സിൽ ഖാരി ഹസ്സ, അതായത് വായനക്കാരൻ്റെ മനസ്സിലൊരു ഓളം സൃഷ്ടിക്കാൻ, വായനക്കാരൻ്റെ മനസ്സിലൊരു പ്രകമ്പനം ഉണ്ടാക്കാൻ പോകുന്ന പര്യാപ്തമായ തരത്തിലുള്ള പ്രപഞ്ച നിരീക്ഷണം, പ്രപഞ്ച വർണ്ണന അത് ഉൾക്കൊണ്ടതായിരിക്കണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലാണ് അത് സാഹിത്യമാകുന്നത്. മസ്തർഹ, അതിൻ്റെ പ്രഭാവം എന്ന് പറയുന്നത്, സോഴ്സ് എന്ന് പറയുന്നത് ജമാലു തസ്വീർ, ചിത്രീകരിക്കാനുള്ള പാഠവുമാണ്. അതായത് ചിത്രീകരണത്തിൻ്റെ സൗന്ദര്യമാണ് ഇതിൻ്റെ അടിസ്ഥാനം, അദബിൻ്റെ അടിസ്ഥാനം. അതുപോലെ ഹുസ്നു താബീർ, എക്സ്പ്രഷൻ്റെ സമഗ്രമായ പ്രകടനത്തിൻ്റെ, പ്രകാശനത്തിൻ്റെ സ്നിഗ്ധത, പ്രകാശനത്തിൻ്റെ സർഗാത്മകതയാണ് അതിൻ്റെ മറ്റൊരു വശം. അതുപോലെ തന്നെ അതിസമ്പന്നമായ ഭാവനാത്മക, വറവഅത്തുൽ ഖയാൽ, മൂർത്തമായ ഭാവനാസമ്പന്നത, ഇതൊക്കെ ചേരുമ്പോഴാണ് അത് അദബാവുന്നത്. ഇതാണ് അദബിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു നിർവചനം. മറ്റൊരു നിർവചനം നോക്കാം. ഫലഅദബ് താബീറുൻ റാഖിൻ അനിൽ മഷായിർ വൽ അഫ്കാർ വൽ ആറാ വൽ ഖിബ്റത്തുൽ ഇൻസാനിയ, കുറച്ചുകൂടെ വിശാലമായ ഒരു താബീറാണത്. അതായത് അദബ് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനാണ്, അതൊരു പ്രകാശനമാണ്. അല്ലദബ് താബീർ, നേരത്തെ പറഞ്ഞാൽ അല്ലദബ് വസീല. അപ്പോൾ ഇവിടെ അദബ് വസീലത്താണ്, അദബ് താബീറാണ്. എങ്ങനെയുള്ള താബീറാണ്? താബീറുൻ റാഖിൻ, പൂർണ്ണ വളർച്ചയെത്തി അല്ലെങ്കിൽ പരിപക്വമായ ഒരു പ്രകാശന രൂപമാണ് അദബ്. എന്തിനെ സംബന്ധിച്ച് അനിൽ മഷാഇരി, ഒരാളുടെ ഒരു മാനവിക വികാരങ്ങളുടെയും വൈകാരികതകളുടെ, വൽ അഫ്കാർ ചിന്തകളുടെ, വൽ ആറാ വീക്ഷണങ്ങളുടെ, വൽ ഖിബ്റത്ത് എക്സ്പെർട്ടൈസിൻ്റെ, കർമ്മകുശലതയുടെ, വീക്ഷണങ്ങളുടെ, ചിന്താബന്ധുരതയുടെ, വൈകാരികതയുടെയൊക്കെ സമഗ്രമായ ഒരു പ്രകാശനമാണ് അദബ്. ഇതെല്ലാം എന്തിൻ്റെയാണ്? അഫ്കാറുൽ മഷാഇറുൽ ഇൻസാനിയ വൽ അഫ്കാറുൽ ഇൻസാനിയ വൽ ആറാഉൽ ഇൻസാനിയ വൽ ഖിബ്റത്തുൽ ഇൻസാനിയ, ഇതെല്ലാം മാനവികമായ കർമ്മശേഷിയുടെയും, മാനവികമായ വീക്ഷണങ്ങളുടെയും, മാനവികമായ ചിന്താരീതികളുടെയും, മാനവികമായ വൈകാരിക വായ്പകളുടെയും എല്ലാം സമഗ്രമായ സമ്പൂർണമായ ഒരു പ്രകാശന രീതിയാണ് സാഹിത്യം. വഹൂഫി മാനാഹുൽ ആം, അതിൻ്റെ പൊതു അർത്ഥത്തിൽ യഷ്മുലു കുല്ലു മാ കതബ അനി തജാറിബുൽ ഇൻസാനിയ, എല്ലാ മനുഷ്യരുടെ അനുഭവങ്ങളും, മാനവികമായ അനുഭവങ്ങളെ സംബന്ധിച്ച് എഴുതപ്പെട്ടതെല്ലാം സാഹിത്യത്തിൻ്റെ പരിധിയിൽപ്പെടും. വഹൂഫി മാനാഹുൽ ആം, അതിൻ്റെ പൊതു അർത്ഥത്തിൽ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമഗ്രമായി ചുരുക്കി പറഞ്ഞാൽ, നന്നാക്കി പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ, യഷ്മുലു അത് ഉൾക്കൊള്ളുന്നു കുല്ലുമാ കതബാനി തജാറുബുൽ ഇൻസാൻ, മാനവികമായ എല്ലാ അനുഭവങ്ങളെ സംബന്ധിച്ച് എഴുതുന്നതെല്ലാം സാഹിത്യമായി വരും. ആമ്മത്തൻ, അത് പൊതുവായി. അതുപോലെ യഷ്മുലു ഐലൻ അൽ കിതാബാത്തുൽ മുഖ്തലിഫ മിൻ മുഅല്ലഖാത്തുൽ അറബി വ മലാഹിമുൽ ഇഫ്രീഖി വ മാ സജ്ജലഹുൽ മിസ്രിയൂന വൽ ഖുദമാ വകദാലിക റിവായാത്ത് നജീബ് മഹ്ഫൂദ് വ മഖാമറാത്ത് മാർക്കോ പോളോ വ മസ്റഹിയാത്ത് വില്യം ഷേക്സ്പിയർ മക്കാമത്തുൽ ഹരീരി ഒരു ഹലാത്ത് ഇബ്നു ബത്തൂത്ത വമായിലായിരിക്കും. ഇവിടെ അദ്ദേഹം കുറച്ചുകൂടെ സിമ്പിളായി കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ പറയപ്പെട്ട എല്ലാ വൈവിധ്യപൂർണമായ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ വൈകാരികവും ചിന്താപരവുമായ അവൻ്റെ കർമ്മമണ്ഡലങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞു. കൂടാതെ ചുരുക്കി പറഞ്ഞാൽ, കൂടുതൽ ലളിതമായി പറഞ്ഞാൽ, മനുഷ്യനെ ബാധിക്കുന്ന മനുഷ്യാനുഭവങ്ങൾ, മാനവിക അനുഭവങ്ങളെ സംബന്ധിച്ച് ഇത് വിരചിതമാകുന്ന എല്ലാം സാഹിത്യത്തിൻ്റെ ഗണത്തിൽപ്പെടും. അതുപോലെ ഇത് ഉൾപ്പെടും അൽ കിതാബാത്തുൽ മുഖ്തലിഫ, വിവിധ തരം എഴുത്തുകൾ. അതായത് മിൻ മുഅല്ലഖാത്തുൽ അറബ്, അറബികളുടെ മുഅല്ലഖ, മലാഹിമുൽ ഇഫ്രീഖ, ആഫ്രിക്കക്കാരുടെ ഇതിഹാസങ്ങൾ അവരുടെ. അതുപോലെ വമാ സജ്ജലഹുൽ മിസ്രിയൂൻ അൽ ഖുദമാ, പൗരാണിക ഈജിപ്തിൽ രേഖപ്പെടുത്തപ്പെട്ട സാഹിത്യങ്ങൾ. കദാലിക റിവായത്ത് നജീബ് മഹ്ഫൂദ്, ആധുനിക കാലഘട്ടത്തിലേക്ക് വന്ന നജീബ് മഹ്ഫൂദിൻ്റെ നോവലുകൾ, മാർക്കോ പോളോയുടെ സഞ്ചാരങ്ങൾ, മൊഗാമറാത്ത് മാർക്കോ പോളോ, അതുപോലെ മസ്റഹിയാത്ത് വില്യം ഷേക്സ്പിയറുടെ നാടകങ്ങൾ, മക്കാമത്തുൽ ഹരീരിയുടെ മക്കാമത്തുകൾ, റിഹ്ലാത്ത് ഇബ്നു ബത്തൂത്തയുടെ സഞ്ചാരം, ഒമായിലായിരിക്കും. ഇതെല്ലാം മാനവിക സംസ്കാരങ്ങളുടെ, വിശ്വമാനവികതയുടെ പൊതു സമ്പത്തായിട്ടാണ്, പൊതു സ്വത്തായിട്ടാണ് ഈ സാഹിത്യങ്ങളെല്ലാം നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നത്. യുഖസ്സിമുൽ അദബ് ഇലാ നൗഐനി റഈസിയൈനി, സാഹിത്യത്തെ പ്രധാനപ്പെട്ട രണ്ട് ഉപവിഭാഗങ്ങളായിട്ട് തിരിക്കാം.
ഹുമൽ അദബുൽ ഖയാലി വദബുൽ ഹഖീഖി. ഒന്ന് ഭാവന സംബന്ധിയായ സാഹിത്യം, ഭാവനയിൽ അന്തർലീനമായ സാഹിത്യം, മറ്റൊന്ന് റിയലിസ്റ്റിക് ആയിട്ടുള്ള സാഹിത്യം, അല്ല അദബുൽ ഹഖീഖി. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ വേണമെങ്കിൽ പൊതുവായി വ്യാഖ്യാനിക്കാം. അപ്പോൾ അദബുൽ ഖയാലി ഭാവനയുടെ സാഹിത്യം എന്ന് പറയുന്നത് യാനി അൽ കിതാബത്തുല്ലത്തി യബ്തദിഉഹൽ ഫന്നാൻ മിൻ മഖീലത്തിഹി, കലാകാരൻ തൻ്റെ ഭാവനയുടെ ലോകത്ത് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ഭാവനയുടെ ലോകമാണ്, അയാളുടെ ഫാൻറ്റസിയാണ് അലദബുൽ ഖയാലി എന്ന് പറഞ്ഞത്. പൂർണ്ണമായും എഴുത്തുകാരൻ്റെ ഫാൻറ്റസിയാണ്, അയാളുടെ സാങ്കല്പിക ലോകത്ത്. അങ്ങനൊരു യഥാർത്ഥ ലോകമില്ല, അങ്ങനൊരു യഥാർത്ഥ ലോകം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളിടത്താണ് ഫൽ അദബുൽ ഖയാലി നിൽക്കുന്നത്. വഖദ് യതളമ്മനുൽ മുഅല്ലിഫൂന കിതാബാത്തുഹും, അപ്പോൾ അതുകൊണ്ട് എന്നാൽ എഴുത്തുകാർ ഉൾക്കൊള്ളിക്കുന്നു അവരുടെ രചനകളിൽ, ഖദ് യുളമ്മിനുൽ മുഅല്ലിഫൂന കിതാബാത്തിഹിം, അവരുടെ രചനകളിൽ എഴുത്തുകാർ ഉൾക്കൊള്ളിക്കുന്നു ഹഖായിക്കുൻ, ചില യാഥാർത്ഥ്യങ്ങൾ, തതനാവലു അഷ്ഖാസൻ, അതുപോലെ അതിൽ ചില കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു, അഹദാസൻ ഹഖീഖി, അല്ലെങ്കിൽ യഥാർത്ഥ ചില സംഭവങ്ങൾ അവതരിപ്പിക്കുന്നു. ഗൈറ അന്നഹും യംസുജൂന ഹാദിഹിൽ ഹഖായിഖി, എന്നാൽ ഈ വസ്തുതകളെ, ഈ യാഥാർത്ഥ്യങ്ങളെ, ചരിത്ര സത്യങ്ങളെ, നടന്ന സംഭവങ്ങളെ അവരൊന്നും ഇടകലർത്തുന്നില്ല. ബി മൗലൂഅത്തിൻ ഖയാലി, ഭാവനയുടേതായ ഒരു വിഷയങ്ങളും അത്തരം കാര്യങ്ങൾ, അത്തരം രചനകളിൽ ഇടകലർത്തുന്നില്ല എങ്കിൽ അതാണ് അമ്മഹാദ അൽ അദബുൽ ഹഖീഖി, ഇതാണ് അദബുൽ ഹഖീഖി. അപ്പോൾ അവിടെ അദബുൽ ഹഖീഖി എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ അദബുൽ ഹഖീഖി ആവോ ഗൈറുൽ ഖയാലി, അതായത് അദബുൽ ഹഖീഖി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗൈറുൽ ഖയാലി, ഖയാലി അല്ലാത്ത, ഭാവന അല്ലാത്ത സാഹിത്യം എന്ന് പറഞ്ഞാൽ വഹുവൽ കിതാബാത്ത് അല്ലത്തി തുഖദ്ദിമു ഹഖായിഖ് തതനാവുലു മവാദിഇൻ, അത് ചില രചനകളാണ്. ഹുവൽ കിതാബാത്ത്, ചില രചനകളാണ്. അല്ലത്തി തുഖദ്ദിമു ഹഖായിഖുൻ, അത് ചില യാഥാർത്ഥ്യങ്ങളെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. തതനാവലു മവാദിഇൻ, അത് അത് കൈകാര്യം ചെയ്യുന്ന ചില പ്രതിപാദ്യങ്ങൾ, അതിൻ്റെ പ്രതിപാദ്യങ്ങൾ ചിലതാണ്, വിഷയങ്ങളുണ്ട്, ചില വിഷയങ്ങളാണത്. തദൂർ ഹൗലൽ ഹയാത്തുൽ വാഖിയ്യ, അത് യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതായിരിക്കും. അതാണ് അൽ അദബുൽ ഹഖീഖി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് യഷ്മുലുൽ അൻവാഉർ റഈസിയ ലിൽ അദബുൽ ഹഖീഖി, അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള വസ്തുതാപരമായ അത്തരത്തിലുള്ള യാഥാർത്ഥ്യബോധത്തോടെയുള്ള യാഥാർത്ഥ്യപൂർണമായ ആ സാഹിത്യങ്ങൾക്ക് വീണ്ടും ധാരാളം ഉപവിഭാഗങ്ങളുണ്ട്. യഷ്മുലുൽ അൻവാഉർ റഈസി, പ്രധാനപ്പെട്ട ചില ഉപഘടകങ്ങൾ, ഉപവിഭാഗങ്ങൾ ഈ അദബുൽ ഹഖീഖിക്കുണ്ട്. അത് ലിൽ അദബുൽ ഹഖീഖി ചില ഉപവിഭാഗങ്ങൾ, അൻവാഉർ റഈസിയ വേറെ ഉണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്. അതാകട്ടെ അതൊക്കെ നമുക്ക് പറയാം. അൽ മക്കാല പോലെ ലേഖനം, താരിഖ് ചരിത്രം പോലെ, തറാജും ജീവചരിത്രങ്ങൾ പോലെ, വസിയർ അതും അതുപോലെ തന്നെ. സീറത്തും സീറത്ത് എന്ന് പറഞ്ഞാൽ ആത്മകഥ, തറാജും എന്ന് പറഞ്ഞാൽ ജീവിതകഥ, അതുപോലെ ഡയറി കുറിപ്പുകൾ, വല്യോമിയാത്ത്, ഇതൊക്കെ അതിൽപ്പെടും. ഇനി അടുത്ത് നോക്കാം എന്താണ് നഖദ്. മാഹുവൻ നഖദ്. അൻ നഖദ് ലുഗത്തൻ, ഭാഷാപരമായ നഖദ് എന്ന് പറഞ്ഞാൽ തമീസ് ദറാഹിം ഗൈരിഹ വൽ കശ്ഫ് അൻ സഹീഹ, അതായത് നാണയങ്ങളെ എണ്ണി തിട്ടപ്പെടുത്തുകയും പരിശോധിക്കുകയും അതിൽ സ്വീകാര്യയോഗ്യമായ നാണയങ്ങൾ ഏത്, സ്വീകാര്യയോഗ്യമല്ലാത്ത നാണയങ്ങൾ, സഹീഹ് ഏത്, ഫാസിദ് ഏത്, അൽ കശ്ഫ് അൻ സഹീഹിഹ വ സഈഫിഹ, അതിൽ എടുക്കാവുന്നത് ഏത്, കൊള്ളാവുന്നത് ഏത്, സ്വീകാര്യമല്ലാത്തത് ഏത് എന്ന് നാണയങ്ങളെ വർഗീകരിക്കുന്ന, വ്യവച്ഛേദിക്കുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ നഖദ്, ഭാഷാപരമായ നഖദിൻ്റെ അർത്ഥം. അമ്മ ഇസ്തിലാഹൻ, സാങ്കേതികമായ അർത്ഥത്തിൽ നഖദ് എന്ന് പറഞ്ഞ ദിറാസത്തുൽ അമാൽ അദബിയ, സാഹിത്യ ഗ്രന്ഥങ്ങളെ, സാഹിത്യ ഉൽപ്പന്നങ്ങൾ, സാഹിത്യ കൃതികളെ പഠിക്കുക എന്നുള്ളതാണ്. വൽ കശ്ഫ് അമ്മാ ഫിഹാ മിൻ ജവാനിബിൽ ഖുവ്വത്തി അവിൽ ളുഅഫി വൽ ജമാലി അവിൽ ഖബ്ഹി, എന്നിട്ട് വൽ കശ്ഫ് അമ്മാ ഫിഹാ, അതിൽ ആ സാഹിത്യത്തിൻ്റെ ഉള്ളടക്കത്തെ വിലയിരുത്തുകയാണ്, അതിനെ അപഗ്രഥിക്കുകയാണ്. മിൻ ജവാനിബിൽ ഖുവ്വത്തി, അതിൻ്റെ ശക്തി, അവിൽ ളുഅഫി, അതിൻ്റെ ബലഹീനത, അതിൻ്റെ ശക്തി ദൗർബല്യങ്ങളെ വിലയിരുത്തൽ. അതുപോലെ അവിൽ ജമാലി അവിൽ ഖബ്ഹി, അതിൻ്റെ സൗന്ദര്യാത്മകത, അതിൻ്റെ എസ്തറ്റിക്സിനെ, അതിൻ്റെ ഭംഗിയെ, അതിൻ്റെ ചമൽക്കാരത്തെ അന്വേഷിക്കൽ. അവിൽ ഖബ്ഹി, അതിൻ്റെ മ്ലേച്ഛതയെ കണ്ടെത്തൽ. എന്നിട്ട് ഇതൊക്കെ പഠിച്ച് ഇത് കണ്ടെത്തിയിട്ട് തുമ്മ ഇസ്ദാറുൽ ഇഹ്കാമി, അതിന് വിധി കൽപ്പിക്കൽ. ആ സാഹിത്യകൃതിയെ അതിൻ്റെ ഉൾക്കാമ്പിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ പ്രതിപാദ്യത്തിൻ്റെ,
അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തലാണ് ഇസ്താറുൽ അഹ്കാം, വിധി നിർണ്ണയിക്കലാണ്. അൻ നഖ്ദിയ, അതായത് നിരൂപണാത്മകമായി, അൽ മുനാസബാലെ, അതിന് ഏറ്റവും യോജിച്ച രൂപത്തിലുള്ള നിരൂപണം കൊണ്ട് അതിൻ്റെ മേൽ വിധി കൽപ്പിക്കലാണ് യഥാർത്ഥത്തിൽ നഖദ് കൊണ്ട് ഇസ്തിലാഹിയായ അർത്ഥം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കലിമത്തു നഖദ് എന്ന് പറയും, നഖദ് എന്ന് പറയുന്ന വാക്ക് കാനത്ത് തുസ്താമില ഖദീബൻ ബിമാനൽ ആയിബി. ഇപ്പോൾ പൗരാണിക കാലത്ത് ഒന്നിനെ മോശപ്പെടുത്തുന്ന, ഒന്നിനെ ക്രിട്ടിക്കലി എന്ന് പറഞ്ഞാൽ അതിനെ വളരെ നെഗറ്റീവ് അപ്രോച്ചോടുകൂടി ഒന്നിനെ കാണുന്നതിനാണ്, മുൻകാലങ്ങളിൽ ഐബോടുകൂടി ഒരു കാര്യത്തെ അപഗ്രഹിക്കുന്നതിനാണ് നഖദ് എന്ന് എണ്ണപ്പെട്ടിരുന്നത്. അതാണ് നിരൂപണം. എന്നാൽ പ്രകാരം കമാക്കാൽ അബുദ്ദർദ പറഞ്ഞതുപോലെ ഇൻ നഖദത്തിന്നാസ് നഖദൂക വൈൻ തറക്തഹും തറക്കൂക, ജനങ്ങൾ നിങ്ങളെ വിമർശിച്ചാൽ നിങ്ങൾ വിമർശിക്കപ്പെടും. അതായത് ഇൻ നഖദത്തിന്നാസ് അല്ലെങ്കിൽ ഇൻ നഖത്തന്നാസ്, ജനങ്ങൾ നിന്നെ വിലയിരുത്തിയാൽ, മോശമായി ചിത്രീകരിച്ചാൽ നഖദൂക, അവർ നിന്നെ എന്ത് ചെയ്യും? മോശമായിട്ട് തന്നെ ചിത്രീകരിക്കും. വൈൻ തറക്തഹും, അവർ നിന്നെ വെറുതെ വിട്ടാൽ തറക്കൂക്ക, ഈ മറ്റു ജനങ്ങളും നിന്നെ വെറുതെ വിടും. അതുകൊണ്ട് അമ്മൻ നഖ്ദ് ഇന്ദൽ ഉദബ, അതുകൊണ്ട് സാഹിത്യകാരന്മാരുടെ ഇടയിൽ സാഹിത്യ നിരൂപണം എന്ന് പറയുന്നത് ഇസ്തിഅറാലുൽ അഅമാൽ അദബിയ, അത് സാഹിത്യകൃതികളെ വിലയിരുത്തലാണ്, അതിനെ അണർത്ത് ചെയ്യലാണ്, അതിനെ അവതീർണമാക്കലാണ്, അതിനെ പ്രകാശിതമാക്കലാണ്. ലി മഅരിഫത്തി മഹാസിനിഹ വ മസാബിഹ, അതിൻ്റെ മെച്ചങ്ങളെ എണ്ണിപ്പറയുകയും അതിൻ്റെ മോശങ്ങളെ, കോട്ടങ്ങളെ നിർണ്ണയിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സാഹിത്യകാരന്മാരുടെ ഇടയിൽ നഖദ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത അമ്മൻ നഖ്ദുൽ അദബി, എന്നാൽ സാഹിത്യ നിരൂപണം എന്ന് പറയുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒന്നാണ്. ഇൽമുൻ വസ്ഫി, അതൊരു വ്യവസ്ഥാപിതമായ, ഒരു വസ്ഫിയായ, വിശദീകൃതമായ ഡിസ്ക്രിപ്റ്റീവ് നോളജാണ്. ഇറ്റ്സ് എ ഡിസ്ക്രിപ്റ്റീവ് നോളജ് അല്ലദി യതളമ്മനു, ഇറ്റ് ഇൻക്ലൂഡ്സ്, അത് ഉൾക്കൊള്ളുന്നു, ഉസൂലുൻ, ചില പ്രമാണങ്ങൾ, വഖവായിദ്, ചില റൂൾസ്. എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ ബിഹൈൻഡ് ദിസ് റൂൾ, റൂൾസും റെഗുലേഷൻസിൻ്റെ പിന്നിലുണ്ട്. എങ്ങനെയുള്ളതാണ് നഖ്ദിയ, നിരൂപണാത്മകമായ നിയമങ്ങൾ. തത്ബഖു അല നസ്ൽ അദബി, അത് സാഹിത്യകൃതിയുടെ മേൽ എന്താണ് പ്രയോഗിക്കാവുന്ന. തത്ബഖു അല നസ്ൽ, ഒരു സാഹിത്യ ടെക്സ്റ്റിൻ്റെ, ഒരു സാഹിത്യകൃതിയുടെ അതിൻ്റെ മത്തിന്, അതിൻ്റെ ഘടനയെ, അതിൻ്റെ ബാഹ്യരൂപത്തെയും അതിൻ്റെ ആന്തരൂപത്തെയും ചില വിത്ത് ദ എയ്ഡ് ഓഫ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, ചില നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും വ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിൽ ഒരു സാഹിത്യകൃതിയെ അപഗ്രഥനാത്മകമായി സമീപിക്കുന്നതിനെയാണ് സാഹിത്യ നിരൂപണം എന്ന് പറയുന്നത്. ഇൽമുൻ വസ്ഫിയാണ്. അതോട് തത്ബഖു അല നസ്ൽ അദബി ഇൻദ തഖ്വീമിഹി ബഅദ തഹ്ലീലിഹി വ തഫ്സീരിഹി, ആ സാഹിത്യകൃതിയെ എന്ത് ചെയ്യാണ്? തഹ്ലീൽ, അതിനെ അനലൈസ് ചെയ്ത്, തഫ്സീരി, അതിനെ വിശദീകരിച്ച്, അതിൻ്റെ വിശദീകരണാത്മകത തേടി, തഫ്സീറുകൾ തേടിയതിന് ശേഷം അതിനെ സ്ഥിരപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് സാഹിത്യ നിരൂപണം. സുമ്മ യകൂനുൽ ഹുക്മു ലഹു, എന്നിട്ടാണ് അതിനെ സംബന്ധിച്ചൊരു വിധി തീർപ്പുണ്ടാകുന്നത്. ബിൽ ജൗദത്തി, അതിൻ്റെ നന്മ, അത് നന്നാണോ, ഔ അലഹി ബിൽ റിദാഅത്തി, അല്ലെങ്കിൽ അത് മോശമാണോ, സാഹിത്യകൃതി നന്നാണോ അതോ ചീത്തയാണോ എന്ന് വിലയിരുത്തുന്നതിനുള്ള ഒരു മാർഗരേഖയായിട്ടാണ് സാഹിത്യ നിരൂപണത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ യൂണിറ്റ് അവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത യൂണിറ്റ് അടുത്ത ക്ലാസ്സിൽ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.